കാലത്ത് ഭാഷാ സമരമൊക്കെ നടക്കുമ്പോൾ ആ സമരത്തിൽ ആവേശത്തോടുകൂടി പങ്കെടുത്ത് നാട്ടിലും മറുനാട്ടിലും മുസ്ലിം ലീഗ് പ്രവർത്തകർക്കിടയിൽ ആവേശമായി ഒരുപാട് കാലം പ്രവാസിയായി ജീവിച്ച് ഇപ്പോൾ അല്പം പ്രയാസിയായി ഈ വേദിയിൽ അധ്യക്ഷം വഹിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ബഹുമാനപ്പെട്ട ഡോക്ടർ പുത്തൂർ റഹ്മാൻ സാഹിബ്, വേദിയിൽ ഇരിക്കുന്ന ഈ പഞ്ചായത്തിലെ വിവിധ തുറകളിലെ മുസ്ലിം ലീഗിൻ്റെ വിവിധ മേഖലകളിലെ സംഘാടകരും പ്രവർത്തകരുമായിട്ടുള്ള വേദിയിലും വേദിക്ക് താഴെയുമായി അണിനിരന്നിട്ടുള്ള ഹരിത രാഷ്ട്രീയത്തിൻ്റെ അമരത്തിരിക്കുന്ന സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ അനുയായികളെ, നല്ലവരായ നാട്ടുകാരെ, അസ്സലാമു അലൈക്കും. സഹോദര സമുദായാംഗങ്ങൾക്ക് മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ. ഈശ്വരനെ തള്ളിപ്പറഞ്ഞ് കോടീശ്വരനിൽ വിശ്വാസമർപ്പിച്ച് നീങ്ങുന്ന സഖാവ് പിണറായിയുടെ ആളുകൾക്ക് എൻ്റെ ലാൽസലാം. ഇവിടെ ബഹുമാന്യനായ തങ്ങളുടെ പ്രസംഗശേഷം പുത്തൂർ റഹ്മാൻ സാഹിബ് തൻ്റെ അനുഭവങ്ങൾ മുസ്ലിം ലീഗിൻ്റെ ഇന്നത്തെ ഉയർച്ചയിലൂടെ കടന്നുപോയി വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ടാണെങ്കിലും സമർത്ഥമായി സംസാരിച്ചു കഴിഞ്ഞു. മാത്രവുമല്ല, ഈ പരിപാടിയിലെ ചീഫ് ഗസ്റ്റാണ് എന്ന് നമ്മൾ വിശേഷിപ്പിച്ചിരുന്ന ബഹുമാന്യനായ മഞ്ഞളാംകുഴി അലി സാഹിബും ഇവിടെ വന്ന് പ്രസംഗിച്ചു. ഇവിടെ ധാരാളം പ്രവർത്തകർ പാർട്ടിയിലേക്ക് കടന്നു വന്ന ഒരു ശുഭമുഹൂർത്തവും എന്തുകൊണ്ടും മുസ്ലിം ലീഗിൻ്റെ ഒരു ഖാദിം എന്ന നിലയിൽ ഞാൻ അതിയായി സന്തോഷിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ പൊതുയോഗങ്ങളിലൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വരുന്നവരെ സ്വീകരിക്കാനേ നേരമുള്ളൂ. ഇപ്പോൾ ഞാൻ കുറച്ച് നേരം ആ മൂലക്കലായിരുന്നു, ഇവരെ ഫോട്ടോ എടുക്കണ നേരത്തൊക്കെ. നമ്മുടെ വേദിയിൽ ധാരാളം ആളുകൾ പാർട്ടിയിലേക്ക് വരികയാണ്. എല്ലാ സ്ഥലത്തുള്ളൊരു സ്ഥിതി അതാണ്. മാത്രമല്ല, പുത്തൂർ റഹ്മാൻ സാഹിബ് മാലട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് എന്നോട് ഇടാൻ പറഞ്ഞു. പിന്നെ അടുത്ത് നിൽക്കുന്നവരെടുത്ത് കൊടുത്തു. ഇതൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കാതെയാണ് പറയുന്നത്. ഇത് ഒരു പുതുമയായിട്ട് ഞാൻ ഒരു തമാശയ്ക്ക് വേണ്ടി പറയല്ല. വന്യനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് 30 ആൾക്ക് കൊടുവള്ളിയിൽ മെമ്പർഷിപ്പ് കൊടുത്തിട്ട് പറഞ്ഞ് ഞാൻ പോവുകയാണ്. അങ്ങനെ റസാഖ് മാഷ് കുറച്ച് മെമ്പർഷിപ്പ് കൊടുത്തു, പിന്നെ ഉമ്മർ മാഷ് കൊടുത്തു. ചുരുക്കത്തിൽ നന്ദി പറയുന്ന ആൾക്ക് വരെ പണിപ്പത് കൊടുക്കല. ഞങ്ങൾ ശിവകാശിയിൽ ഞടിക്കാൻ കൊടുത്തിട്ടുണ്ട് മാർച്ചിച്ചേരെ. ഇത് തികയൂല, അവിടെ ഒന്നും നിൽക്കൂല. നിങ്ങളെന്താ ഈ രാജ്യത്ത് വിചാരിച്ചത്? ഞങ്ങളുടെ പ്രവർത്തകരെ നിർവീര്യമാക്കാൻ തെരഞ്ഞെടുപ്പിൽ ഒരു ആയുധം നഷ്ടപ്പെട്ടപ്പോൾ, ഭരണത്തിൻ്റെ മദ്ഹ് പറയാനില്ലെന്ന് കണ്ടപ്പോൾ, കേന്ദ്രത്തിൻ്റെ കുറ്റം പറയാനില്ലെന്ന് കണ്ടപ്പോൾ, ഞങ്ങളെ നേതാക്കളെ നുള്ളി നോവിച്ചുകൊണ്ടുള്ള നിങ്ങളുടെ നീക്കണ്ടല്ലോ, ഇസ്രാഫീൽ സൂറിലൂതുന്നവരെ നിങ്ങൾക്ക് അങ്ങനെ ഒരു പൂതി ഉണ്ടാവില്ല. നിങ്ങൾ ഈ രാജ്യത്ത് ചെയ്ത പണി എന്താണ്? മുസ്ലിം ലീഗിനെ കശകാൻ ആവനാഴിയിലെ അസ്ത്രങ്ങളെല്ലാം തീർന്നു. അപ്പം അപവാദങ്ങളുമായാണ് നിങ്ങൾ രംഗത്ത് വന്നത്. അതുകൊണ്ട് കടുത്ത നാശനഷ്ട നിങ്ങൾക്ക് വരുത്തി വെച്ചത്. ഈ കേസിലെ പ്രതിയായ സഖാവ് ദാസൻ ചിരിക്കുകയാണ്, സഖാവ് രാജഗോപാൽ പൊട്ടിച്ചിരിക്കുകയാണ്, ഈ കേസ് ഒതുക്കി തീർത്ത ശശി കൊലച്ചിരി ചിരിക്കുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ടവരൊക്കെ അപ്പുറത്താണ്. പൂരപ്പറമ്പിൽ കള്ളനതാ പായുന്നേ എന്ന് പറഞ്ഞ് പോക്കറ്റടിക്കാരൻ ഓടുന്നത് പോലെയാണ് നിങ്ങളിപ്പോൾ അഭിനയിച്ചത്. നിങ്ങൾ കാട്ടിക്കൂട്ടിയ വിക്രിയ ഈ രാജ്യത്തിൽ ലീഗിൻ്റെ മേത്ത് തേച്ച് എങ്ങനെയാണ് 4 ആളെ ഈ പാർട്ടിയിൽ നിന്ന് കുറക്കാൻ ശ്രമിക്കുക എന്നുള്ളതിനുള്ള ഒരു ശ്രമങ്ങൾ നടത്തിയത്. അത് നിങ്ങൾ കരുതിയത് എന്താണെന്നറിയാം? തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം നമ്മൾ ലൈലത്തുൽ ഖദറിൻ്റെ രാവ് എന്നൊക്കെ പറയല്ലോ, എന്ന പോലെ സഖാക്കൾ വളരെ മനോഹരമായ തലേ ദിവസം ഒന്ന് കണ്ടെടുത്ത് പൊട്ടിച്ച് പിറ്റത്തെ തെരഞ്ഞെടുപ്പിൻ്റെ അതിനോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിൽ കോലാഹലം സൃഷ്ടിച്ച് വിലക്കയറ്റം മറക്കണം, അച്യുതാനന്ദനും പിണറായിയും തമ്മിലുള്ള നാത്തൂം പോര് മറക്കണം, മാർച്ചിട്ട് പാർട്ടിക്കകത്തെ മന്ത്രിമാരുടെ അഴിമതി മറക്കണം, ശ്രീമതി ടീച്ചറെ മോനും കോടിയേരിയുടെ മോനും
അതുപോലെ പിണറായിയുടെ ഭാര്യയും അച്യുതാനന്ദൻ്റെ മോനും ഇവരൊക്കെ കാട്ടിക്കൂട്ടിയ വിക്രിയകളെല്ലാം ജനങ്ങൾ മറക്കണം. ഞങ്ങൾ ഈ രാജ്യത്ത് ഇനിയും ഒന്നുകൂടി അധികാരത്തിൽ വരാനുള്ള നല്ലൊരു ഏർപ്പാട് ഒരുക്കണമെന്ന് വിചാരിച്ച് നിങ്ങൾ ഉണക്കാനിട്ട മരുന്നായിരുന്നത്. ആ മരുന്ന് നിങ്ങൾ ഉണക്കാനിട്ടിട്ട് നിങ്ങളെ പിണറായി വിജയൻ അത് വളരെ മനോഹരമായി ചിക്കിപ്പരത്തി, അച്യുതാനന്ദൻ അതിൻ്റെ ചൂട് കൊള്ളിച്ച്, KT ജലീൽ അതിനൊരു തിരിവുണ്ടാക്കിയിട്ട് PP റൌഫിനെ കൊണ്ട് തീപ്പെട്ടിക്കൊള്ളി അരുതിയിട്ട് തലേ ദിവസം പൊട്ടിക്കാൻ വിചാരിച്ച് നിങ്ങൾ ഉണക്കാനിട്ട മരുന്ന് കേരള രാഷ്ട്രീയത്തിൻ്റെ സെൻട്രൽ ഫോർവേഡായ പാണ്ടിക്കടവത്ത് കുഞ്ഞാലിക്കുട്ടി പോയിട്ട് ഇങ്ങോട്ട് എടുത്തിട്ട് ഉരുട്ടിയിട്ട് അങ്ങോട്ടിട്ട് നെഞ്ഞത്തേക്ക്. നിങ്ങൾ ആരേറ്റാ കളിച്ചത്? ആരേറ്റാ നിങ്ങൾ കളിച്ചത്? കളരി അഭ്യാസം. കളരിപ്പയറ്റിലെ ഉസ്താദിനോട് നിങ്ങൾ അഭ്യാസം കളിക്കാൻ വന്നതാരാ? മർമാണി തൈലം വെക്കണോടുത്ത് ചിറിയിലോക്കിക്കണം നിങ്ങളോ? നിങ്ങൾ ആരോടാ കളിച്ചത്? പാണ്ടിക്കടവത്ത് കുഞ്ഞാലിക്കുട്ടിയോടോ? തെറ്റിപ്പോയി മക്കളെ, നിങ്ങൾക്ക് ആള് മാറി. നിങ്ങൾക്കൊരു കൊതത്തോനേറ്റ് കളിക്കായിരുന്നു. ഈ അച്യുതാനന്ദനൊക്കെ പിണറായിനേറ്റ് കൊഞ്ചനായിട്ട് കുഞ്ഞാലിക്കുട്ടിനേറ്റ് കൊഞ്ചണ്ട. ഇത് ലീഗാ. ലീഗിൻ്റെ അണികളി ഇരിക്കുന്ന ഈ സമാധാനത്തിൻ്റെ ഇരുത്തുണ്ടല്ലോ, അതെന്താണെന്നറിയോ? ഞങ്ങളെ കൈയൊന്നും സർവീസ് സഹകരണ ബാങ്കിൽ കൊണ്ടുപോയി പണയം വെച്ചതുകൊണ്ടൊന്നല്ല. നിങ്ങൾ വളരെ മോശമായി ഞങ്ങളെ നേതാക്കന്മാർക്കെതിരെ ഫ്ലക്സ് ബോർഡാണ്ട് വെച്ചപ്പോൾ ഞങ്ങൾ നിയമത്തിൻ്റെ വശം നോക്കി SP-യോടും DYSP-യോടും പറഞ്ഞു. അവരൊക്കെ നോക്കട്ടെ എന്ന് പറഞ്ഞ് 2-3 ദിവസമൊക്കെ നിന്നു. തിരിച്ച് ഞങ്ങൾ യാഥാർത്ഥ്യത്തിലുള്ളതൊക്കെ വെക്കാൻ തുടങ്ങിയപ്പോൾ ഇപ്പം രണ്ടും അയക്കാൻ തുടങ്ങി അല്ലേ? അങ്ങനെയാണ് മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുക എന്നറിയാം. ഇനി ഞങ്ങളെ പരിപാടി അതാണ്. നിങ്ങളുടെ ഈ ഏറും കുത്തും കൊണ്ട് ഞങ്ങളെ പറ്റുബുക്കിലൊക്കെ അത് വരവ് വെച്ച് ഞങ്ങളെ ബുക്ക് തീർന്നിക്കണം. ഇനി ഞങ്ങൾക്കുണ്ട് ചില പണികളൊക്കെ. അത് ഈ രാജ്യത്ത് മാന്യതയുടെ രാഷ്ട്രീയം ഞങ്ങൾ പരമാവധി പയറ്റി ഈ രാജ്യത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ മാച്ചിട്ടുപാട്ടിക്കൊരു തോന്നൽ ഞങ്ങൾ മോശക്കാരാണ്. നിങ്ങൾ ആർക്ക് വേണ്ടിയാ കളിച്ചത് അല്ലേ? നിങ്ങൾ കണ്ടില്ലേ ആ പത്രസമ്മേളനത്തെ അന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് നടത്തിയപ്പോൾ ഞങ്ങളൊക്കെ അന്ന് UAE-യിൽ KMCC-യുടെ പരിപാടിയിലാണ്. അത്ഭുതപ്പെട്ടു പോയി. ചിലരൊക്കെ സ്വകാര്യമായിട്ട് പറഞ്ഞിരുന്നു, എന്തിനാ കുഞ്ഞാലിക്കുട്ടി ഇപ്പം അസമയത്ത് ഇതിങ്ങനെ പറഞ്ഞത്? തെരഞ്ഞെടുപ്പല്ലേ വരുന്നത്, ഇനി ഇതിന് മറുപടിയും ചാനലുകാർ പ്രത്യേകമായി ഓരോന്നുണ്ടാക്കി കൊടുന്ന്. അപ്പോഴാണ് ആ കോഴിക്കോട്ടെ തെരുവ് തട്ടുന്ന ഒരുത്തിയെ കൊണ്ടുവന്ന് വീണ്ടും അവൾ പണ്ട് പറഞ്ഞത് ഒന്നും കൂടി ആ CD ഇട്ട് ജനങ്ങൾക്കൊക്കെ ഇപ്പം പറഞ്ഞതാന്ന് തോന്നിക്കണ രൂപത്തിൽ ഈ കോലാഹലം സൃഷ്ടിച്ചപ്പോൾ നമുക്ക് തോന്നിയിരുന്നു എന്ത് ഇതിപ്പോൾ പറഞ്ഞത് വേണ്ടിയില്ലായിരുന്നു എന്ന്. പക്ഷേ തെറ്റിപ്പോയി. കുഞ്ഞാലിക്കുട്ടി സാഹിബ് വളരെ മനോഹരായിരുന്നു അന്നാ ചെയ്ത പരിപാടി. ഇല്ലെങ്കിൽ ഇവരെന്ത് ചെയ്യുമെന്നറിയാം? ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം ഈ റഊഫ് ഉണ്ടിറങ്ങും. ഇവരെല്ലാവരും കോലാഹലം ഉണ്ടാക്കും. അജിദീൻ ടീമുണ്ടിറങ്ങും. KT ജലീലിന് പിന്നാലുണ്ടാവും, TK ഹംസ ഉണ്ടാവും, PTA റഹീം ഉണ്ടാവും. ലീഗിനെതിരെയുള്ള എല്ലാ അലവലാദികളും പാലമരക്കൊമ്പിൽ ചവറ് കൊണ്ടിട്ട പോലെ ഒന്നിച്ചു നിൽക്കും എന്ന് നമ്മളന്ന് കണ്ടു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ജോൺ ബ്രിട്ടാസിന്റെ മുമ്പിൽ പർദ്ദ ധരിച്ചൊരു പെണ്ണൊരുത്തിയിരുന്ന് ഇതുപോലെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ മോശമായി വർത്താനം പറയുന്നു. പരിശുദ്ധ ഖുർആൻ പിടിച്ച് സത്യം ചെയ്യാൻ കയ്യിൽ പിടിച്ചിട്ട് ഈ പെണ്ണാണോ ആണാണോ എന്ന് തിരിയാത്ത സമയത്താണ് ബ്രിട്ടാസേ ഇത് ഞാൻ തന്നെയാണ് എന്ന് പറയാൻ ഹിജാബ് നോക്കണേ. തൻ്റെ ഭർത്താവ് അന്യപുരുഷന്മാരിൽ നിന്ന് കാണാതിരിക്കാൻ വേണ്ടി കാശ് കൊടുത്ത് വാങ്ങിച്ചു കൊടുത്ത ഹിജാബ് മറ LDF-ന് വേണ്ടി പൊന്തിച്ചു കാണിച്ചിട്ട് ജോൺ ബ്രിട്ടാസിനോട് കുഞ്ഞാലിക്കുട്ടി എന്നോട് അപമര്യാദയായി പെരുമാറിയെന്ന് പറയാൻ കണ്ടെത്തിയ സമയേതാ മക്കളെ? തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം. തറവാട്ടിൽ പറഞ്ഞോളാണെങ്കിൽ കെട്ടിയവനോട് പറയണം, കുട്ടികളോട് പറയണം, ബാപ്പാനോട് പറയണം, തറവാട്ടിൽ അവതരിപ്പിക്കണം. ജോൺ ബ്രിട്ടാസ് ആരാ? ബാപ്പേ. ജോൺ ബ്രിട്ടാസിന്റെ മുമ്പിൽ വന്ന് പറയാനുള്ള താല്പര്യം എന്താ? അങ്ങനെ പറഞ്ഞാൽ നാട്ടുകാരറിയും. പിറ്റേ ദിവസം അത് വോട്ടാക്കാം. പൊന്നാനിയിൽ ഈട്ടി മത്സരിക്കുന്നു. മലപ്പുറത്ത് നമ്മുടെ അഹമ്മദ് സാഹിബ് മത്സരിക്കുന്നു. ഇതിന് തലേ ദിവസം വന്ന് പറഞ്ഞു. നിങ്ങൾ കണ്ടില്ലേ കൈരളി ചാനലിൽ ഈ കള്ളക്കരച്ചിൽ കണ്ടപ്പോൾ നമ്മുടെ വല്യമാരൊക്കെ പറഞ്ഞു ഇതുപോലെ എത്ര സീരിയൽ കണ്ടോല ഞങ്ങളൊക്കെ. ആ വഴിക്ക് പോയില്ല. അങ്ങനെ അന്ന് നിങ്ങൾ പേടിപ്പിക്കാൻ നോക്കി. അപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് അറിയാം ഇതുപോലെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഉമ്മൻചാണ്ടിയോട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഓർക്കുന്നുണ്ടോ? നിങ്ങൾ ജാഥ നടത്തുന്നുണ്ട്. ഇപ്പം നമ്മൾ നല്ല ഉഷാറായിട്ട് UDF ഇങ്ങനെ കേരളത്തിൽ പത്തരമാറ്റിൻ്റെ തിളക്കത്തിലാണ്. LDF എന്തെങ്കിലും ഒന്ന് എടുക്കും. ഞാൻ എൻ്റെ ഈ എളിയ ഈ രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, ഞങ്ങളൊക്കെ പഞ്ചായത്തിൽ
വാർഡിൽ ലീഗിന് ജയിക്കാൻ നല്ല അവസരം ഉണ്ടാകുമ്പോൾ അവരൊരു കുലുമാല് ആ മഹലിൽ ഉണ്ടാക്കും. എങ്ങനെ വോട്ടുണ്ടാക്കി തീർക്കാം? അത് സുന്നി അടിച്ചിട്ടാണോ, സുന്നി മുജാഹിദും അടിച്ചിട്ടാണോ, എന്താണ് ഇവരെ പണിയെന്ന് നോക്കിയാൽ 4 ആളെ 2 ഭാഗത്ത് നിർത്തിയിട്ട് എങ്ങനെ വോട്ടാക്കാന്നുള്ള ചിന്ത അത് ചെയ്യും. ഞാൻ താനാളൂരിൽ ഒരു ക്യാമ്പിൽ ഇത് പ്രസംഗിച്ചു. എന്ത് തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് അവരൊരു വിഷയം ഉണ്ടാക്കി തീർക്കും. നിങ്ങൾ കണ്ടോ? നിങ്ങൾ വളരെ മനോഹരമായിരുന്നു കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ആ വീക്ഷണമൊക്കെ നമ്മൾ കണ്ടു. അന്നത്തെ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചെയ്ത പോലെ ഇവർ ചെയ്യുമെന്ന് കണ്ടിട്ട് നേരത്തെ ആ വെടി പൊട്ടിച്ചു എന്ന് മാത്രമല്ല, അത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് മനോഹരമായി പുറത്തെടുത്ത് പറഞ്ഞപ്പോൾ അതിൻ്റെ മറുപടിക്ക് മറുപടി ഒക്കെ പറഞ്ഞ് ഈ റഊഫ് ഇങ്ങനെ തിളങ്ങി നിന്ന് റഊഫിൻ്റെ പിന്നാലെ പിണറായി കൂടി, ഹംസ കൂടി, റഊഫ് കൂടി, റജീന കൂടി, എല്ലാ ടീമും കൂടി. ഇവർക്ക് എന്തായിരുന്നു പണി? ലീഗിനെ കശകലായിരുന്നു എന്നുള്ളത് അവസാനം നമുക്ക് ബോധ്യമായി. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാതെ കാല യവനികക്കുള്ളിൽ മറിയുമ്പോഴും നമ്മോട് മനോഹരമായി പുഞ്ചിരിച്ചു പോയ എൻ്റെ മുത്ത് ശിഹാബ് തങ്ങളെ വരെ കുഞ്ഞാലിക്കുട്ടി കാശ് കൊടുത്ത് വശീകരിക്കാൻ ശ്രമിച്ചു എന്ന് പറയാൻ കാണിച്ച തൊലിക്കട്ടിണ്ടല്ലോ റഊഫിൻ്റെ, ഓനൊക്കെ കരിമ്പി ജ്യൂസ് അടിക്കണ മെഷീനിലേക്ക് കയറ്റിയിട്ട് മനോഹരമായി കൈകാര്യം ചെയ്യേണ്ട ആളാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആ മാന്യത പാലിക്കുന്നത് കൊണ്ടാണ്. പാണക്കാട്ട തങ്ങളെപ്പറ്റി പറഞ്ഞതോടുകൂടി ജനങ്ങൾക്ക് ബോധ്യമായി ഇവനക്ക് മൂച്ചിപ്പിരാന്താണ് അല്ലേ. എന്തൊക്കെയായിരുന്നു പറഞ്ഞ്? ആദ്യം കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ കുടുംബത്തിൽ ദുരനുഭവം ഉണ്ട് എന്ന് പറഞ്ഞിട്ടായിരുന്നു അവൻ്റെ പത്രസമ്മേളനം. കുടുംബത്തെ തെറ്റിക്കാൻ നോക്കി. പിന്നെ റഊഫിൻ്റെ പത്രസമ്മേളനങ്ങൾ ശ്രദ്ധിച്ചോ? പിന്നെ അവൻ തൊട്ടതാരെന്നറിയങ്ങൾ? ശിഹാബ് തങ്ങളെ ഡ്രൈവറെ. ഇത് ശിഹാബ് തങ്ങളെ ഡ്രൈവർക്കറിയാന്ന് പറഞ്ഞിട്ടൊരു ഇൻഡ് കൊടുത്തു. കലങ്ങിയില്ല, കുടുംബം കൊളായില്ല. വീണ്ടും ഇവൻ പറഞ്ഞതെന്താ? ഇത് പാണക്കാട്ട തങ്ങളെ കുടുംബത്തിൽ ഒരു മോനക്കറിയാം, അവിടെയും കലക്കാൻ നോക്കി. അവസാനം അവൻ പറഞ്ഞു ഇത് ശിഹാബ് തങ്ങളെയും സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞപ്പോൾ ജനങ്ങൾക്ക് ബോധ്യമായി ശിഹാബ് തങ്ങൾ ആരാണ്, കുഞ്ഞാലിക്കുട്ടി ആരാന്ന്, റഊഫ് ആരാന്നൊക്കെ ജനങ്ങൾക്ക് അപ്പോൾ ബോധ്യമായി. എന്നിട്ട് അവൻ്റെ പിന്നാലെ കൂടിയിട്ട് പാർട്ടി വളർത്താൻ പിണറായി പത്രസമ്മേളനം നടത്തി AKG സെന്ററിൽ. സമസ്ത ഇതിന് മറുപടി പറയണം. ഇജാര മുഷാവറ അങ്ങോ സമസ്ത മറുപടി പറയണം എന്ന് പറയാൻ? നിങ്ങൾ ആലോചിച്ചു ആരൊക്കെ KT ജലീൽ പറഞ്ഞ വർത്താനം എന്താ? മലബാർ സിമൻസിന്റെ ശശീന്ദ്രന്റെ കൊലപാതകവും ഇതോടൊപ്പം അന്വേഷിക്കണം. ജലീൽ ശ്രദ്ധിച്ചോ? വളരെ താക്കീതായി പറയാ. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ മക്കളുടെ കരുത്ത് എനിക്കറിയാം, പക്ഷെ കൈക്കരുത്ത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഒരു മനുഷ്യനിട്ട് 4 ഭാഗത്തുനിന്നും ശത്രുക്കൾ മുഴുവൻ വളരെ മനോഹരമായി അവരുടെ ശത്രുത ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഇടയിലൂടെ ഒരു ചവിട്ട്. എന്ത്? മലബാർ സിമൻസിന്റെ MD അവിടുത്തെ ശശീന്ദ്രന്റെ കൊലപാതകത്തിന്റെ പിന്നിൽ കുഞ്ഞാലിക്കുട്ടിക്ക് പങ്കുണ്ട്. നോക്കണം. പിന്നെ കണ്ടിക്കണ് റഹീമിന്റെ പ്രസ്താവന. പിന്നാരാ വന്നത്? ഹംസാക്ക. പിന്നെ ഹംസാക്കാന്റെ കുറച്ച് ഡയലോഗ്. ഇപ്പോൾ ഒരു പണിയില്ല, പട്ടൂർമാലിൽ ചുരിയിലും നോക്കി ഇങ്ങനെ ഇരിക്കലാണ്. അവിടെ ശ്രുതി പോയി, ഇവിടെ മഖ്റജ് ശരിയായില്ല, അവിടെ ഹർഫ് തെറ്റി. ഇബനാരാ? തജ്വീദിന്റെ ഇമാമ. എന്താ നിങ്ങൾ ഈ രാജ്യത്ത് ആരെ പറ്റിയിട്ടാണ് നിങ്ങൾ പറയാൻ തുടങ്ങിയത്? ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു കുലുമാല് തീർക്കാൻ ആരെങ്കിലും ഒരു മുദ്ര പേപ്പറിൽ എഴുതിണ്ടാക്കുമോ? എഴുതിണ്ടാക്കിയാൽ തന്നെ അത് കയ്യിൽ വെക്കുമോ? ഉണ്ടെങ്കിൽ തന്നെ ഇനി അതില്ല വേറൊരാളെ കയ്യിൽ കൊടുക്കുമോ? ഇനി ഒരാളെ ഞാൻ കുലുമാല് തീർക്കാൻ, എൻ്റെ ഒരു കുലുമാല് തീർക്കാൻ ഞാൻ ഒരാളെ വിട്ടാൽ അത് ക്യാമറയിൽ പകർത്തുമോ? കഴിയുന്നത്ര ഫോട്ടോ എടുക്കാതിരിക്കാനല്ലേ നമ്മളൊക്കെ നോക്കുക. എന്നിട്ട് ഈ ക്യാമറയിൽ പകർത്തുന്നതോ വേറെ ആളാണെങ്കിൽ അയാളല്ലേ ഇത് പുറത്തു വിടേണ്ടത്. ഇത് ആരാ വിട്ടത്? ഈ റഊഫ്. അപ്പൊ എന്റെ പണി എന്താ? ഞാൻ പോക്കായാലും വേണ്ടിയില്ല, മറ്റുള്ള മോശക്കാരനാന്ന് പറയണം. അപ്പൊ എത്ര പോക്ക? വളരെ മോശക്കാരനല്ലേ. എനിക്ക് പണി ഇതാണെന്ന് ലോകരോട് വിളിച്ച് പറയുന്ന ഒരു മനുഷ്യന്റെ സ്റ്റാൻഡേർഡ് എന്താ? അവന്റെ ഒപ്പ കൂടിയത് മാർക്സിസ്റ്റ് പാർട്ടി എന്തൊക്കെ വിദ്യകൾ കാണിച്ചു. കുറച്ച് ദിവസം അച്യുതാനന്ദനൊക്കെ സാധാരണ പത്രസമ്മേളനം നടത്തുമ്പോൾ ഒരു കടലാസൊക്കെ അങ്ങനെ പിടിച്ചിട്ട് ഉറക്കം തൂങ്ങി. കൊല്ലപ്പരീക്ഷയ്ക്ക് തലവേദനയും പനിയുള്ള കുട്ടിയൊക്കെ പഠിക്കാനിരിക്കണ മാതിരി ഒരു അതായത് കഴിഞ്ഞാൽ പിറ്റത്തെ അതായത് വരണമെങ്കിൽ ഒരാഴ്ച കഴിയണം. നെറ്റിൽ നിന്നൊക്കെ ഫോൺ ചെയ്യണമായിരിക്കാം. ആ അച്യുതാനന്ദൻ കടലാസൂല്യ ഒന്നും എടുത്തില്ല എന്ന് മാത്രമല്ല, കുപ്പായം കൂടി ഇടാൻ നേരമില്ലാതെ കള്ളിത്തുണ്ടിയും ബനിയനും 15-ക്കൊക്കെ 60 വന്നിരിക്കാൻ തോന്നിപ്പോവുക ഇരുത്തം കണ്ടാൽ. മുപ്പരെന്താ പറഞ്ഞത്? കുഞ്ഞാലിക്കുട്ടിയെ ഒരു പാഠം പഠിപ്പിക്കും ജി പുകലത്തും പെരേന്നുണ്ട് ഇറങ്ങിയതേ ഓർമ്മ ഉണ്ടാവുള്ളൂ. ഇത് ലീഗാണ്. രാജ്യത്ത് ഞങ്ങൾ പരമാവധി മാന്യത പാലിക്കുന്നവരാ. ഞങ്ങൾക്കെതിരെയാണ് നിങ്ങൾ കൊഞ്ചിയത്. ആ പിണറായിനോട് കൊഞ്ചുന്ന പോലെ കൊഞ്ചണ്ട.
ഇപ്പൊ കണ്ട ഒന്നത്തെ ടി വി മുഴുവൻ കുറെ നേരെ ഇരുന്ന് കണ്ടാ ഞാൻ വരുന്നത് പറഞ്ഞിട്ട് അല്ലേ? ഒരു മനുഷ്യനെങ്ങനെ ടാട്ടുക? സുകുമാർ അഴീക്കോട് ഇയാൾ അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞത് എന്താ? മണ്ണിന്റെ മണമുള്ള മുഖ്യമന്ത്രി എന്നാ. പെരിച്ചായിനെ പറ്റി പറയുകയാണെങ്കിൽ അത്ര സങ്കടം ഉണ്ടായിരുന്നില്ല. ആ സുകുമാർ അഴീക്കോട് ഇപ്പൊ പറഞ്ഞത് എന്താ? ആ സുകുമാർ അഴീക്കോടാ പറഞ്ഞത്, അരുൺകുമാറിന്റെ പോലത്തെ മക്കൾ ജനിക്കുകയാണെങ്കിൽ ഞാൻ കല്യാണം കഴിക്കാതിരുന്നത് നന്നായി. സുകുമാർ അഴീക്കോട് പറയാം. ഞങ്ങളെ നേതാക്കന്മാരെ പറ്റിയിട്ട് ഈ വേണ്ടാത്തത് പറഞ്ഞത് മുഴുവൻ ആരാന്നറിയോ? ഞങ്ങളെ കഠിന ശത്രുക്കളാണ്. ആരൊക്കെ? ഈ ജലീലും റഹീമും ടി കെ ഹംസന്റെ ഒക്കെ റോൾ എന്താന്ന് നമുക്കറിയാമല്ലോ. ഹംസാക്കൊക്കെ DCCയുടെ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഇതിൽ നിന്ന് സീറ്റ് കിട്ടാതായിട്ട് അപ്പുറത്തേക്ക് ചാടിയതാ. സഖാവ് കുഞ്ഞാലിയെ കൊന്ന ആ ഘാതകരെ ജാമ്യത്തിലിറക്കാൻ പോയ വക്കീല മാറ്റിട്ടുപാട്ട് ഇവനെയാണോ താക്കാടുന്ന്? നിങ്ങൾ ആലോചിക്കണം. ഇവിടെ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റുകാരൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യ എന്താ? ഇപ്പൊ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓരോ പ്രവർത്തകരുടെയും സ്ഥിതി നമുക്കൊക്കെ ബോധ്യമായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഈ വരുന്നവരൊന്നും ചില്ലറക്കാരല്ല. ഞങ്ങളെ കൂടത്തിന്ന് ഒരു കൈപ്പപ്പരലേ അടി ചാടിയിട്ടുള്ളൂ ജലീൽ, KT ജലീൽ. ഞങ്ങൾ അവിടെ നിന്നും കൊണ്ട് കൊടുന്നത് ആരൊക്കെയെന്നറിയാം? ശ്യാം സുന്ദർ, ഡോക്ടർ മനോജ്, അബ്ദുള്ള കുട്ടി, കണ്ടോ, കണ്ണൻ, വാള, മുള്ളുവാള, വലിയ വലിയ സാധനങ്ങളാ. ഇരുതല മൂർച്ചയുള്ള വമ്പൻ സ്രാവായ മഞ്ഞളാങ്കുഴി അലിയെ കൊണ്ട് പച്ച പതാക പിടിപ്പിച്ചിട്ട് ഇപ്പൊ ഞങ്ങളെ വേദിയിൽ ഇരുത്തിക്കുക. ഈ വരുന്നവരൊന്നും ചില്ലറക്കാരൊന്നല്ല. ഇതൊക്കെ ആരാ? നിങ്ങളെ ബ്രാഞ്ച് കമ്മിറ്റി എന്നൊക്കെ മുത്തഫരി തോതിയിട്ട് ചൈനയിൽ പോയി സെനത് വാങ്ങിയവരൊക്കെ ഉണ്ടോ ഈ കൂട്ടത്തിൽ? എന്നാ ഞങ്ങളെ കൂട്ടത്തിൽ നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങൾ ഞങ്ങളെ കൂട്ടത്തിലെ പ്രവർത്തകർക്കെതിരെ നിങ്ങൾ ഇപ്പോൾ CPMന്റെ SFIയുടെ നേതാവ് ഇന്നലെ ആലത്തൂരിൽ പ്രസംഗിച്ചു. അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയാം? ഈ കേസും കുലുമാൽ ഇട്ടെടുത്തതോടുകൂടി, എടുത്ത് പുറത്തേക്കിട്ടതോടുകൂടി ലീഗിന് ലാഭമുണ്ടായത്. ഇത് വല്ലാത്ത ആലോചിക്കാതെ എടുത്ത പണിയായിരുന്നു ഞങ്ങൾ. നിങ്ങൾ വിചാരിച്ച് ഈ ഐസ്ക്രീം ഉണ്ട് പൊട്ടിച്ച ജനങ്ങൾ ലീഗിൽ നിന്ന് കുറയുന്ന അല്ല. ഞങ്ങളപ്പോൾ ആളും കൂടി നിങ്ങളപ്പോൾ ഈച്ചയും കൂടി ഇത് തല കീക്കാൻ തൂക്കാവിട്ട് ഞങ്ങൾ കൈകാര്യം ചെയ്തത്. അതല്ലേ ഞങ്ങളെ സമ്മേളനത്തിൽ കണ്ട ജനാവലി. നിങ്ങൾക്കൊക്കെ അപസ്മാരം ഇളകണ ദിവസമായിരുന്നു കഴിഞ്ഞ 6-ാം തീയതി. ഞങ്ങളെ പ്രിയപ്പെട്ട നേതാക്കന്മാരെ പറ്റിയിട്ട് കണ്ടോ? അങ്ങനെ തൊട്ടാൽ വിവരറിയും. പിണറായി പറഞ്ഞ പോലെ തന്നെ ആലിമീങ്ങൾ ഒന്നൊന്നായി പറയാൻ തുടങ്ങി. കാന്തപുരം ഉസ്താദ് മറുപടി പറഞ്ഞു, ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞു, കാളമ്പാടി ഉസ്താദ് പറഞ്ഞു, അബ്ദുള്ള കോയ മദനി പറഞ്ഞു, അതുപോലെ തന്നെ ഹുസൈൻ മടവൂര് പറഞ്ഞു, കേരളത്തിലെ മുഴുവൻ ആലിമീങ്ങളും പറഞ്ഞു. ഇപ്പൊ നിങ്ങൾക്ക് എന്താണ്ടായത്? കടുത്ത നാശനഷ്ടാ വരുത്തി വെച്ചത്. ഇനി ഇമ്മാതിരി വിദ്യേറ്റ് നടക്കരുത്. നിങ്ങൾ സാമാന്യമായ രാഷ്ട്രീയം പറഞ്ഞൂടെ? എല്ലാം നശിച്ച് പഞ്ചായത്തായ പഞ്ചായത്തൊക്കെ പോയി ഉപ്പ് വെച്ച കലം പോലെയായി നിങ്ങളെ കയ്യിലിരിപ്പോണ്ടാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പറ്റപ്പോയല്ലോ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പറ്റപ്പോയ ശേഷം നിങ്ങൾ എന്താ പറഞ്ഞിരുന്നത്? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കാണാം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പിടിച്ച പഞ്ചായത്തൊക്കെ ഏതാണെന്നറിയങ്ങൾ? ആ തിരുവാലിയൊക്കെ ഒന്ന് ആലോചിക്കണം. പുറത്തൂര് പഞ്ചായത്തൊക്കെ ഏതാണെന്നറിയോ? ആന കുത്തിയാൽ കുലുങ്ങാത്ത പുറത്തൂര്, ഇരുമ്പിളിയം, തിരുവാലി, അങ്ങനെ എണ്ണിക്കോ. ഓരോ പഞ്ചായത്തിൽ നിങ്ങളെ അംഗസംഖ്യ എത്രയെന്നറിയോ? പ്രതിപക്ഷത്ത് BJPന്റെ കുറ്റിപ്പുറം പഞ്ചായത്തിൽ BJP ആ പ്രതിപക്ഷത്ത് മെയിൻ. 2 മെമ്പർമാർ. ഇവരെ ഒന്ന് സ്വതന്ത്രൻ, ഒന്ന് ഏതാന്ന് പിടുത്തില്ല. കാരണം ചിഹ്നമൊന്നും ഉണ്ടായിരുന്നില്ല മത്സരിക്കുമ്പോൾ. TV, ഫാന്, ഫ്രിഡ്ജ്, തെരഞ്ഞെടുപ്പ് വല്ല കുടിയിരിക്കലാന്ന് തോന്നിപ്പോവും. അമ്മാതിരത്തെ മത്സരമായിരുന്നു. എന്നിട്ട് എന്താ ഉണ്ടായത്? ഇപ്പൊ അവനാൻ്റെതാന്ന് പറയാൻ പിടുത്തില്ല. ഒരാൾ മാത്രം പ്രതിപക്ഷത്ത്. മലപ്പുറം ജില്ലാ പഞ്ചായത്തിലോ 2 ആള്. ഒരുത്തൻ ചായ കുടിക്കാൻ പോകുമ്പോൾ അവൻ്റെ ബാഗ് ബൻ നോക്കും, ബൻ ചായ കുടിക്കാൻ പോകുമ്പോൾ ബൻ്റെ ബാഗ് മറ്റവനും നോക്കും. എതിരായിട്ടൊരു പ്രസിഡന്റ് സ്ഥാനാർത്ഥിനെ മത്സരിക്കാൻ കഴിഞ്ഞില്ല. എന്താ കാരണം? ഒരാൾ നിന്നാ ഓനെ നിർദ്ദേശിക്കാൻ ഒരാൾ വേണം, പിന്നെ പിന്താങ്ങാനോ അടിച്ചേരനോളെ വിളിക്കണം. പറ്റിയില്ല. ആ കോലത്തിൽ നിങ്ങൾ പോയി. നിങ്ങളെ AKG സെന്ററിൽ നിൽക്കുന്ന മണ്ണ് ഞങ്ങൾ പിടിച്ചു. നിങ്ങളെ ബദർ മുഹദും നടത്തിയ പുന്നപ്ര വയലാർ ഞങ്ങൾ പിടിച്ചു. അച്യുതാനന്ദന്റെ തട്ടകം പിടിച്ചു. പ്രകാശ് കാരാട്ടിന്റെ വാർഡ് പിടിച്ചു. എൻ്റെ മുത്ത് തങ്ങളുടെ വാർഡിൽ പണ്ടൊരു ബദറുന്നീസ ചക്കട്ടപ്പൊരു മുയലിനെ കിട്ടിയപ്പോൾ ഈ TK ഹംസൊക്കെ പറഞ്ഞ ബടായി ഉണ്ട്. എന്താണെന്നറിയോ? ഇനി പാണക്കാട്ടെ തങ്ങളെ വീടിന് നികുതി കെട്ടിയ CPMന്റെ ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിൽ നിന്നാണ്. എന്നാൽ നിങ്ങളെ AKG സെന്ററിന് ഞങ്ങളാ കെട്ടുന്നത്. നിങ്ങളെ പുന്നപ്ര വയലാർ, നിങ്ങളെ കോട്ടക്കൊത്തളങ്ങൾ മുഴുവൻ പോയില്ലേ? ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് എല്ലാം നിങ്ങൾക്ക് അനുകൂലമായിരുന്നു. തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ചെയ്ത പണി എന്താ? നോമിനേഷൻ സ്വീകരിക്കുമ്പോൾ ആളെ നോക്കി ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് തള്ളിച്ചു. ഇന്നത്തൊക്കെ ചന്ദ്രികയിൽ നിങ്ങൾ കണ്ടില്ല പഴയൊരു ചിത്രം? എന്താ ചിത്രം? വോട്ടിന് വേണ്ടി കണ്ണൂരിലെ പെണ്ണുങ്ങൾ വരുമ്പോൾ 12:30 മണിക്ക് അവരെ വോട്ടൊക്കെ ഇവർ ചെയ്തിട്ട്
എന്നിട്ട് പിന്നെ വരുന്നവർക്ക് നേരെ ഇവർ സ്വീകരിക്കുന്ന സമീപനം, ആ പെണ്ണുങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം, വോട്ട് ചെയ്യാതെ പറ്റൂല, തിരിച്ചു പോരാണ്. മുന്നിലും പോലീസ്, പിന്നിലും പോലീസ്, പർദ്ദ ധരിച്ച കുറേ ആൾക്കാർ നടുവിലും. ആ ഫോട്ടോ കണ്ടാൽ തോന്നുക SIയും പോലീസൊക്കെ പുതിയണിൻ്റെ ഒപ്പം പോകാൻ തോന്നിപ്പോവും. അമ്മാതിരത്തെ ഒരു ചിത്രം. അവരാണ് ഞങ്ങൾക്ക് മാന്യത പഠിപ്പിച്ചത് അല്ലേ? നിങ്ങളുടെ ഓരോ ആളുകളെ പറ്റിയും പരാതി പറഞ്ഞത് ഞങ്ങളല്ല. അച്യുതാനന്ദനെ പറ്റിയിട്ട് ആക്ഷേപം ഉന്നയിക്കുന്നതാരാ? അഡ്വക്കേറ്റ് രാംകുമാർ. രാംകുമാർ ആരാ? കേരളത്തിലെ സീനിയർ അഭിഭാഷകനാണ്, മുതിർന്ന വക്കീലാണ്. അയാളാ പറയുന്നത് കല്ലുവാതുക്കൽ ദുരന്ത കേസിൽ അച്യുതാനന്ദൻ അന്വേഷണ കമ്മീഷനെ സ്വാധീനിച്ചു, നിങ്ങൾ കുഞ്ഞാലിക്കുട്ടി സ്വാധീനിച്ചു എന്നല്ലേ പറഞ്ഞിരുന്നത്? ഇതൊരു വക്കീൽ പറയുന്നു ഈ അച്യുതാനന്ദൻ സ്വാധീനിച്ചു, കുറച്ചു ദിവസം അയാൾ ഇല്ല എന്ന് പറഞ്ഞു. ഇപ്പം ഇന്നെന്താ അയാളെ സ്ഥിതി? മിണ്ടാൻ കഴിയുന്നുണ്ടോ? കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കെതിരെ ഞങ്ങൾക്ക് എത്ര പ്രകടനം നടത്തായിരുന്നു, ഞങ്ങൾക്ക് എത്ര കോലം കത്തിക്കുക. എന്താ ഞങ്ങൾ കോലം കത്തിക്കാത്ത? എന്താ ചങ്ങായിൻ്റെ കോലം? എന്തിനാ അയാളെ കത്തിക്കണം? എന്തിനു തന്നാ മനുഷ്യ? മൂപ്പരിപ്പോൾ പറയുന്ന എന്താ, ഈ കുലുമാലും കേസൊക്കെ മൂപ്പർക്കെതിരെ തിരിച്ചാണ്ടിട്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബ് എല്ലാം ഹക്കാണ്, യാഥാർത്ഥ്യങ്ങളാണ്. ഓരോ കമ്മീഷനുകൾ ശശിയുടെ ഉദ്ധരണി വെച്ച കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയുന്നത്. ആരാ ശശി? ശശി എന്ന് പറഞ്ഞാൽ 1000 കോഴിക്ക് അരക്കാടാന്ന് പറഞ്ഞ പോലെ 1000 പിണറായിക്ക് അര ശശിയാണ്. അറിയോ ആരാ ഈ ശശി എന്നറിയോ? ഈ ശശി നായനാറുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. സഖാവ് നായനാർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുമ്പോൾ രാജാധികാരവും കിരീടവുമുള്ള ആ നായനാറുടെ വക്കലേക്ക് ഒരു MLA ഒപ്പിടാൻ ചെല്ലുമ്പോൾ ശശിനെ കാണണോ എന്നാ പറയാ. ശശിനെ കണ്ടിട്ടേ നായനാറെ കാണാൻ പറ്റുള്ളൂ. ആ ശശിയാണ് പറഞ്ഞത് അച്യുതാനന്ദന്റെ മകൻ ഇത്ര കോടി വാങ്ങി. KPP നമ്പ്യാരാ? ലീഗല്ല, മാർക്സിസ്റ്റാണ്. KPP നമ്പ്യാരാ പറഞ്ഞത് എന്ത്? അച്യുതാനന്ദന്റെ മോൻ എന്നോട് ഇത്ര സംഖ്യ ചോദിച്ചു. അപ്പോൾ അവർ പത്രസമ്മേളനം നടത്തി പറയുന്നത് എന്താ? അത് ഞങ്ങളൊന്ന് ഒതുക്കി തീർത്തതായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് പണി എന്താ? നിങ്ങൾക്ക് എന്താ പണി? നിങ്ങൾ ഞങ്ങൾക്കെതിരെ ഉന്നയിച്ചതൊക്കെ പടച്ചോ നിങ്ങൾക്ക് തന്നല്ലോ. മലപ്പുറത്തെ കുട്ടികൾ കോപ്പി അടിച്ച് പാസ്സാകുന്നു എന്ന് പറഞ്ഞ പ്രമാണിച്ചാണ് ഈ അച്യുതാനന്ദൻ. നിങ്ങൾക്ക് അറിയോ? ചെക്കൻ അരുൺകുമാർ ഡോക്ടറേറ്റ് വാങ്ങിയത് കള്ളത്തരത്തിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ടാണ്. കണ്ടോ? പടച്ചോ തന്ന ശിക്ഷയല്ലേ നിങ്ങൾക്ക് ദുന്യാവിൽ തന്നെ കിട്ടുകയാണ്. എന്നിട്ട് അച്യുതാനന്ദൻ പറയുന്നുണ്ടാ? അച്യുതാനന്ദൻ ഈടക്കടുത്ത് പറഞ്ഞത് എന്നെ എല്ലാവരും കൂടി കരിവാരി തേക്കുകയാണ്. നിങ്ങൾ എന്തിനാ കരിവാരി തേക്കണം? നിങ്ങൾ ജനിച്ചപ്പോൾ തന്നെ കറുത്തിട്ടാ. പോരാത്തതിന് നിങ്ങൾ ആ ADB കരാറിനെതിരെ കരിവായിൽ ഒഴിച്ചിട്ട് മേത്തുക്ക് തെറിച്ച് വേറെ ഉണ്ട്. നിങ്ങൾ കറക്കാതിരിക്കുമോ? ഞങ്ങൾ കറുപ്പിച്ചതാ, നിങ്ങൾ സ്വയം കറുത്തതാ. പിന്നെ ഞങ്ങൾക്കെതിരെ നിങ്ങൾ കുറേ വെയിൽ കൊണ്ടിട്ടുണ്ട് അല്ലേ? നിങ്ങൾ ഈ രാജ്യത്ത് ചെയ്തതെന്താ? കുഞ്ഞാലിക്കുട്ടി സാഹിബ് മാന്യതയോടുകൂടി മറുപടി പറഞ്ഞാൽ അത് വിഷയമല്ല. 16 പ്രതികളുണ്ട് അതിൽ പിടിച്ചിട്ട്. ആൺകുട്ടിയാണെങ്കിൽ ഉസറുള്ള വാപ്പാൻ്റെ കുട്ടിക്ക് ജനിച്ചതാണെങ്കിൽ ഈ അച്യുതാനന്ദൻ ശാരി എന്ന പെൺകുട്ടിയുടെ അച്ഛൻ്റെയും അമ്മൻ്റെയും മൊഴി കേൾക്കണം. നേരല്ലേ അതിന് മൂപ്പർക്ക്? ആരാ? മൂപ്പരാ പറഞ്ഞത്. എൻ്റെ മന്ത്രിസഭയിൽ 2 VIP-കളുണ്ട്. ഞങ്ങൾ ചൊല്ലിക്കൊടുത്തതല്ല, എഴുതി കൊടുത്തതല്ല, നാവുകൊണ്ട് മനസ്സിൽ ഉറപ്പിച്ചിട്ടാണ് അയാളെ നാവും വന്നിട്ട് പറഞ്ഞത്. എന്താ പറഞ്ഞത്? എൻ്റെ മന്ത്രിസഭയിൽ 2 VIP-കളുണ്ട്. ആരാണ് മിസ്റ്റർ അച്യുതാനന്ദൻ? പറയണം രാജ്യത്തെ ജനങ്ങളോട്. ഇനി ഏതായാലും സീറ്റ് കിട്ടൂല എന്ന് ഉറപ്പായിക്കണ്. പറയും ഉസറുള്ള വാപ്പാൻ്റെ കുട്ടിയാണെങ്കിൽ. ഇതുവരെ സീറ്റ് കിട്ടൂച്ചിട്ടായിരുന്നു സാധു പറയാതെ പോയത്. ആരായിരുന്നു? ശാരി എന്ന പെൺകുട്ടിയുടെ കൂടെ സീരിയൽ അഭിനയിക്കാൻ പോയ കൊടിയേരിയുടെ ചെക്കൻ. രാജ്യത്ത് വിലസുകയാണ്. ഒരുപാട് കേസിലെ പ്രതിയാണ് അയാൾ. ആ ബിനീഷ് കൊടിയേരിക്കെതിരെ KSUക്കാരുടെ തലക്കടിച്ചിട്ട് വീഴ്ത്തിയ ശേഷം ജാമ്യം കിട്ടാതെ നടക്കുകയാണ്. ജാമ്യം കിട്ടാതെ നടക്കുമ്പോൾ ഈയിടക്കടുത്ത് ഇവൻ എങ്ങനെ പുറത്ത് നടക്കണമെന്ന് പോലീസ് രഹസ്യമായി അന്വേഷിച്ചപ്പോൾ ഇവനോട് വിളിച്ച് ചോദിച്ചു, ഈ എങ്ങനെ ഇപ്പം ഇങ്ങനെ നടക്കണമെന്ന്? എൻ്റെ അടുത്ത് ജാമ്യം ഉണ്ടെന്ന്. അവനക്ക് ജാമ്യം കോടതിയോട്ട് കൊടുത്തിട്ടില്ല. ജാമ്യം കോടതി കൊടുക്കാതെ എങ്ങനെ ഉണ്ടായി? ഇവൻ രേഖകൾ തിരുത്തിയിട്ട് ജാമ്യം കിട്ടിയെന്ന് പറഞ്ഞ് നടക്കുക. കോടതിയുടെ രേഖ വരെ വ്യാജമായി കയ്യിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. എന്നിട്ട് ആരാ? കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി ഇവൻ്റെ അച്ഛൻ കോടിയേരി ബാലകൃഷ്ണൻ. കോടിയേരി ബാലകൃഷ്ണൻ എന്താ പറയണത്? നിന്റെ ചെക്കനെ പിടികിട്ടാ പുള്ളിയായി പ്രഖ്യാപിച്ചിരിക്കണ്. എവിടെ? കട്ടിൻ്റെ ഒട്ടൊക്കെ എടുക്കണ്. തൈലം തേച്ചിട്ടാടോ? പിടികിട്ടാ പുള്ളിയാക്കനെ പിടിച്ചിട്ട് കിട്ടണില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സ്വന്തം മകനെ പിടിക്കാൻ കഴിയാത്ത കോടിയേരി ബാലകൃഷ്ണന പാണ്ടിക്കടവത്ത് കുഞ്ഞാലിക്കുട്ടി എന്ന ഞങ്ങളുടെ നേതാവിനെ വരെ വരുന്നത്. സ്വന്തം മോനക്കെതിരെ ഒരു നിയമ നടപടി സ്വീകരിക്കാൻ അച്യുതാനന്ദൻ അനങ്ങിയാൽ പറയും കേന്ദ്രം CBI അന്വേഷിക്കട്ടെ. CBI അന്വേഷിക്കണമെങ്കിൽ ചങ്ങായി ആദ്യം ഇവിടെ ഒരു FIR ഇടണം. FIR ഇട്ടിട്ട് അതിൻ്റെ നമ്പർ ചിലക്കാതാണ് കൊടുക്ക്.
കൊടുത്താൽ കേന്ദ്രം ഇടപെടും. കേന്ദ്രം ഇടപെട്ടിട്ട് കാര്യങ്ങളാണ്ട് പറയും. ആൺകുട്ടിയാണെന്നങ്ങ് ആ ശ്രീമതി ടീച്ചറെ വിളിച്ചിട്ട് പറയും, എൻ്റെ ചെക്കൻ എവിടെയെന്ന് ചോദിക്ക്. ശ്രീമതി ടീച്ചറെ പിടിച്ചിട്ട് ആ ചെക്കനുണ്ട് കൊണ്ടുവരാൻ പറയും. എന്നിട്ട് ഷാരി എന്ന ആ പെൺകുട്ടിയുടെ ജനാസ കഫൻ തുണിയിൽ പൊതിഞ്ഞു കൊണ്ടുവരുമ്പോൾ അലമുറയിട്ട് കരഞ്ഞ മനംനൊന്ത വളരെ വേദന സഹിച്ച് പ്രസവിക്കുകയും തലയിൽ വെച്ചാൽ പേനരിക്കും നിലത്ത് വെച്ചാൽ ഉറുമ്പരിക്കുമെന്ന മട്ടിൽ കൊണ്ടു നടക്കുകയും ചെയ്ത പെറ്റ തള്ളയും കിടക്കാൻ പായയും കുടിക്കാൻ പാലും വാങ്ങിച്ചു കൊടുത്ത തൻ്റെ പ്രിയപ്പെട്ട പിതാ ശ്രീമതി ടീച്ചറോട് ചിലക്കാതെ പൊടി കൊടുത്തെന്ന് പറയണ്ടേ? ധൈര്യമുണ്ടോ? എന്താ സംഭവം? അങ്ങനെ നിങ്ങൾ പൂരപ്പറമ്പിൽ നിന്ന് പോക്കറ്റടിക്കാരൻ കള്ളനതാ പായുന്നേന്ന് പറഞ്ഞ പോലെ നിങ്ങളെല്ലാവരും കൂടി നിങ്ങളെന്നെ കട്ടിട്ട് നിങ്ങൾ പായുക. നിങ്ങൾ തന്നെ ഇതൊക്കെ നടത്തിയിട്ട് നിങ്ങൾ ഓടുക. ശശിയെ പറ്റി ആക്ഷേപം ഉന്നയിച്ചതാരാ? ഞങ്ങളാണോ? ശശി മോശക്കാരനാന്ന് പറഞ്ഞതാരാ? DYFIയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന മെമ്പർമാരുടെ ഭാര്യമാരാണ്. ദേശാഭിമാനിയിൽ ജോലി ചെയ്യുന്ന പെണ്ണുങ്ങളാണ്, ഞങ്ങളല്ല. ശശിയെ പറ്റി ആക്ഷേപം ഉന്നയിച്ചത് CKP പത്മനാഭന്റെ മക്കൾക്ക് അഭിപ്രായമുണ്ട്, AK ഗോപാലന്റെ കുടുംബത്തിന് അഭിപ്രായമുണ്ട്. ഇങ്ങനെയുള്ള ഈ ശശിനെ പറ്റിയിട്ട് മാറ്റിട്ട് പാട്ടിയുടെ തീരുമാനം എന്താ? ഇതുവരെ നിങ്ങൾ പറഞ്ഞത് ശശിക്ക് യാതൊരു പ്രശ്നമില്ല, ശശി രോഗമായതുകൊണ്ട് ലീവിൽ പോയതാന്നാ. വരട്ടെ, ഇന്നും ഇന്നലെയും സ്ഥിതി മാറിയിട്ടുണ്ട്, അങ്ങനെ അങ്ങോട്ട് വരട്ടെ. നിങ്ങൾ ഞങ്ങൾക്കെതിരെ ആരോപണത്തിൻ്റെ കൂരമ്പുകൾ പൊട്ടിച്ചിട്ടപ്പോൾ നിങ്ങളാ യഥാർത്ഥത്തിൽ വഷളായത്. നിങ്ങൾ എന്താ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നൽകിയത്? ഇതൊക്കെ നിൽക്കി മക്കളെ. ഭരണം തെരഞ്ഞെടുപ്പ് ഇവിടെ വേറെ വരാൻ പോവുക. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ജനങ്ങളെ മുമ്പാകെ ചെയ്ത നന്മ പറയും. ഇപ്പം കുറച്ച് ദിവസമായിട്ട് 2 റുപ്യൻ്റെ അരിമല. ഈ 2 റുപ്യക്ക് അരി കൊടുക്കാൻ ആരാടോ തടസ്സം? ഞങ്ങളായിരുന്നോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മണ്ട മക്കളെ? 3 തവണയാണ് ഇവർ 2 റുപ്യക്ക് അരി കൊടുക്കുമെന്ന് പറഞ്ഞത്. ഒന്ന് എപ്പോഴാണെന്നറിയോ? പഴയ ദേശാഭിമാനി എടുത്ത് നോക്കിയാൽ അറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം. പിന്നെ എപ്പോഴാണെന്നറിയോ? കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം. പിന്നെ എപ്പോഴാണെന്നറിയൊക്കെ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നില്ലേ, കൊല ആയിട്ട് വിരാറാക്കണം. അപ്പോൾ തള്ള പറഞ്ഞൊരു വർത്താനുണ്ട്, ഞാൻ അള്ളഹാനോട് പടച്ചവനോട് ഒരു തമാശ കൊണ്ട് പറഞ്ഞിക്കണിച്ചിട്ട് നിങ്ങളാണ് കാര്യമാക്കലാന്ന്. എന്നാൽ ആ തള്ളി ഈ തന്തി തമ്മിലുള്ള വ്യത്യാസം എന്താ അറിയാം? ആണും പെണ്ണും എന്നുള്ള വ്യത്യാസമുള്ള സ്വഭാവമൊക്കെ ഒന്നാ. ഈ അച്യുതാനന്ദൻ നിങ്ങൾക്ക് നല്ല സമയം കിട്ടിയെന്നില്ല ഈ അരി കൊടുക്കുക. ആരെങ്ങളോട് പറഞ്ഞു ഈ മഗ്‌രിബിൻ്റെ മൂട്ടിൽ നെല്ല് ഉണക്കാനിടാൻ? നല്ല പൊരി വെയിലുണ്ടായിരുന്നല്ലോ ഇവിടെ, അന്ന് കൊടുത്തുവിടായിരുന്നില്ലേ? കേന്ദ്രം തന്ന പയറെന്തിയടവ് കാട്ടി അടുപ്പിൽ കിട്ട് അല്ലേ? കേന്ദ്രം തന്ന കടലെന്തേ കാട്ടി? എന്താ നിങ്ങൾ ചെയ്തത്? കേന്ദ്രം തന്ന ചെറുപയർ എന്ത് ചെയ്തു? കേന്ദ്രം തന്ന സ്കോളർഷിപ്പ് എന്ത് ചെയ്തു? കേന്ദ്രം തന്ന മദ്രസ ഗ്രാൻഡ് എന്ത് ചെയ്തു? കേന്ദ്രം തന്ന അലിഗഡ് ഓഫ് ക്യാമ്പസ് ഞങ്ങളെ മുത്തു തങ്ങളും ബന്ധപ്പെട്ട നേതാക്കളും ആ മലപ്പുറം കലക്ട്രേറ്റിൻ്റെ മുമ്പിൽ എരിപൊരി കൊള്ളുന്ന വെയിൽ കൊണ്ട് ഇരുന്നിട്ടില്ലെങ്കിൽ ആ എടുക്കണ് പോയിരുന്നു. നിങ്ങളെ പവർ കൊണ്ട് വന്നതാ? MA ബേബി എന്നിട്ട് അവിടെ വന്നിരിക്കുക, ഉദ്ഘാടനം ചെയ്യുക. അപ്പോൾ ആകെ പണി എന്താ ഇവർക്ക്? ഉദ്ഘാടനം ചെയ്യുക, നടന്ന് നാടൻ മുറിക്കുക. അവളെ കായത്തൂരത്തെ മെതിയൻകുട്ടി ഡോക്ടറൊക്കെ സുന്നത്ത് ക്യാമ്പിൽ വന്ന മാതിരിയാ നടന്ന് നാടൻ മുറിച്ചിൻ്റെ പരിപാടി, വേറൊരു പരിപാടിയില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ ഭരണത്തിൻ്റെ നേട്ടം എന്താ? കളിച്ചു രസിക്കാൻ ഒരു വിസ്മയ പാർക്ക് കൊടുത്തതോ? രമിച്ചു നടക്കാൻ ഒരു കണ്ടൽ പാർക്ക് കൊടുത്തതോ? ചൂതാട്ടത്തിന് മാർട്ടിൻ ലോട്ടറി നടത്തിയതോ? വിളയാടാൻ വിഷക്കള്ള് വിളമ്പിയതോ? അതുപോലെ പേക്കൂത്തിന് ഒരു ആഭ്യന്തര വകുപ്പ് നൽകിയതോ? നിങ്ങൾ എന്താ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നൽകിയ സംഭാവന? കുഴിയെണ്ണയായിരുന്നു ഇതുവരെ, കുഴിയെണ്ണ അല്ലേ? കേന്ദ്രത്തിൻ്റെ ഫണ്ടല്ലാതെ ഒന്നുമില്ല. ശ്രീമതി ടീച്ചർ ഞെളിഞ്ഞുകൊണ്ടൊരു പ്രസ്താവന, പരസ്യം കണ്ടില്ലേ നിങ്ങൾ? 5 വർഷം കൊണ്ട് 50 കൊല്ലത്തെ നേട്ടമുണ്ടാക്കി. ശ്രീമതി ടീച്ചറെ വിട്ടില്ല. KSUവിൻ്റെ SFIയുടെയും MSFിൻ്റെയും നേതാക്കൾ ഒന്നിച്ചിരുന്നു കൊണ്ട് ഈയിടക്കടുത്ത് ഏഷ്യാനെറ്റിലാന്ന് തോന്നുന്നു നമ്മുടെ പ്രേക്ഷകരായിട്ടുള്ള ആളുകൾ നിരന്തരമായി ശ്രീമതി ടീച്ചറോട് ഒരു ചോദ്യം ചോദിച്ച്, സത്യം പറയും, ഇപ്പം സത്യം പറയും, ഈ ഫണ്ടൊക്കെ എൻ്റെ ആൾക്ക് എവിടുന്ന് കിട്ടിയെന്ന്. ശ്രീമതി ടീച്ചറെ വായെന്ന് സത്യം വീണു. കേന്ദ്രത്തിൻ്റെ NRHM, കേന്ദ്രത്തിൻ്റെ ആരോഗ്യ വകുപ്പ് തന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ വഷളാവുമായിരുന്നു എന്ന്. കാരണം കേന്ദ്രം തന്നതല്ലാതെ എന്താ നിങ്ങളുടെ കയ്യിലുള്ളത്? നിങ്ങൾ ഈ രാജ്യത്ത് എന്താ ചെയ്തത്? കൂടെ കിടന്നവനെ രാപ്പനി അറിയുമെന്ന് പറഞ്ഞ പോലെ മഞ്ഞളാംകുഴി അലി സാഹിബ് പറഞ്ഞല്ലോ, കേരളത്തിൻ്റെ കടം എത്രയെന്ന്. നിങ്ങൾ രാജ്യത്തെ ജനങ്ങൾക്ക് മുമ്പാകെ എന്ത് നൽകി? ഏതെങ്കിലും രംഗത്തുണ്ടോ? തെരഞ്ഞെടുപ്പുണ്ട് വന്നപ്പോഴാണല്ലോ നിങ്ങൾക്ക് ആ സാധുക്കളായ ആളുകളുടെ വീടിൻ്റെ പ്ലാനും എസ്റ്റിമേറ്റ് ഓർമ്മ വന്നത്. അതുവരെ പരമാവധി ജനങ്ങളെ സ്വീപ്പാക്കിയില്ലേ? എന്തായിരുന്നു സ്ഥിതി? ഒരു വീടുണ്ടാക്കാൻ നിങ്ങളെ ഓഫീസ് ഓരോന്നും ശ്രദ്ധിച്ചോ? പാടത്താണ്ടാക്കിക്കണ്. ഒരു സാധുവിന് 5 സെന്റിലൊരു വീട് കയറ്റാൻ വല്ലാത്ത പെടാപ്പാടായിരുന്നു. എന്നാൽ നേരെ മറിച്ച് നിങ്ങളെ കോട്ടക്കലെ BTR സ്മാരക മന്ദിരം ഉണ്ടാക്കിയത് പാടം തൂർത്ത സ്ഥലത്താണ്. എനിക്കോർമ്മയുണ്ട്.
ചങ്ങരംകുളത്തെ പാർട്ടി ഓഫീസോ പാടം നികത്തിയ സ്ഥലത്താ. അതുപോലെ ചെമ്പ്രയിലെ മാർച്ചിട്ട് പാർട്ടി ഓഫീസ് പാടം നികത്തിയ സ്ഥലത്താ. എളമരം കരീം വീടുണ്ടാക്കിയത് പാടം നികത്തിയ സ്ഥലത്താ. ബാലം വൈദ്യർ ചെരുപ്പ് കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത് പാടം നികത്തിയ സ്ഥലത്താ. നെഞ്ഞു പൊട്ടിപ്പോവും നിങ്ങൾ കൊപ്പത്തേക്ക് പോകുമ്പോൾ. കൊപ്പം സെൻറ്ററിൽ നിന്നാണ്ട് തിരിയുമ്പോൾ കാണാം അടിയിൽ നെല്ല്, 4 ഫില്ലറ്, മേലെ മാർച്ചിട്ട് പാർട്ടിയുടെ ഓഫീസ്, അടിയിൽ നെല്ല്. പ്രശ്നമില്ല, നിങ്ങൾക്കെല്ലാം നടക്കും. സാധുക്കളായ ആളുകൾ ഒരു വീടുണ്ടാക്കാൻ ചെന്നപ്പോൾ പ്ലാന്, എസ്റ്റിമേറ്റ്, എന്തെല്ലാം കാര്യങ്ങൾ ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ നിന്നിട്ട് മാറ്റത്തിന് വേണ്ടി ഒരു വോട്ട് ചെയ്ത കുറേ ആൾക്കാരുണ്ടായിരുന്നു. ആ സാധുക്കളും പെരേറ്റുമ്പോൾ കുടുങ്ങി. ഞങ്ങളെ MLA KT ജലീലിനോടൊക്കെ പഞ്ചായത്തിൽ വന്നിട്ട് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി പോയി. ഞങ്ങൾ പറഞ്ഞു ഞങ്ങളല്ല ഇതിൻ്റെ ആൾക്കാർ, ഇതൊക്കെ അച്യുതാനന്ദനാണ്. തളാരൊക്കെ ദേഷ്യം പിടിച്ചിട്ട് ചോദിക്കുക എവിടുന്ന അയാളെ കാണാമെന്നാ പല്ലും കടിച്ചിട്ട്. അയാളങ്ങനെ നേരിട്ട് കാണാൻ പറ്റൂല, ഇവിടെ MLA ഉണ്ടോ എൻ്റെ വീട്ടിൽ പോയാൽ മതി, കാവുമ്പുറത്താ വരാറ്. ചെന്നു തള്ളാരൊക്കെ ചെന്നിട്ട് ബെല്ലടിച്ചപ്പോൾ വടക്കോർത്ത് പോവുകയാണ്. തള്ള വടക്കോർത്ത് കൂടി വരുമ്പോൾ കൊലായ്മ കൂടി വരികയാണ്. തള്ള എന്നിട്ട് പഞ്ചായത്തിൽ വന്നിട്ട് ഞങ്ങളോട് പറയാണ് എന്നെ കണ്ടപ്പോൾ ആണ്ട് മാറുക, അവിടുന്ന് കണ്ടപ്പോൾ ഇങ്ങോട്ട് മാറുക. ഞാൻ പറഞ്ഞു മാറ്റത്തിനല്ലേ വോട്ട്, പിന്നെ കാണുമ്പോൾ മാറില്ലാതെ എന്താ കാട്ടുക? മാറ്റത്തിന് വോട്ട് ചെയ്തവർക്കൊക്കെ കിട്ടി അല്ലേ? എന്തായിരുന്നു വീടുണ്ടാക്കാൻ നമ്മളെ ഫാത്തിമ കുട്ടിയാത്തിയും ഖദീജാത്തി അതുപോലെ വീരാൻകുട്ടിയാക്കൊക്കെ പഞ്ചായത്തിൽ വന്നിക്കുക, യൂണിവേഴ്സിറ്റിയുടെ മുമ്പിൽ PG കഴിഞ്ഞിട്ട് നിൽക്കാൻ തോന്നിപ്പോവും. വലിയ ഫയലേറ്റ് പെരട പ്ലാനാണ്. എൻ്റെ വാർഡിലൊരു 1000 മീറ്ററുള്ള തള്ള എന്നോട് ചോദിച്ചു, പൊന്നാരമാനെ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ പെരട പ്ലാനാണ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ആ പ്ലാൻ ഉണ്ടാക്കി വെക്കുമ്പോൾ അതിൽ താമസിക്കാൻ പറ്റണില്ല. കാരണം എന്താ? ഞാൻ കണ്ടില്ല, ഒരു 1000 മീറ്ററുള്ള തള്ളല്ലേ, ഈ പാലോളി തന്ന പ്ലാനിൽ ഞാൻ എങ്ങനെ കെടുക്കുക? ഞാൻ പറഞ്ഞു പടിഞ്ഞാറവത്ത് നിങ്ങൾ തലാണ്ട് വെച്ചോളി, കാല് ജനലിൻ്റെ ഉള്ളിൽ കൂടെയാണ് നീട്ടിയാൽ മതി, ഇത് പാലോളിയുടെ പ്ലാനാണ്, വേറെ നിവർത്തില്ല. ഉള്ള ഈ KMCC മറ്റുള്ളവരൊക്കെ സഹായിച്ചിട്ട് ആ കൊലായൊക്കെ ഒന്നായിട്ട് നീട്ടിയിട്ട് നല്ല വീടുണ്ടാക്കാൻ നോക്കുമ്പോൾ അതിനും തടസ്സം. അതിനങ്ങാ ഒരു റൂം നീട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്പർ ഇട്ട് കൊടുക്കൂല. പിന്നെ എന്തിനാടോ ഈ ഭരണം? എന്നിട്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പുണ്ട് പ്രഖ്യാപിച്ചു എന്ന് കണ്ടപ്പോൾ ആ നിയമം ഞങ്ങൾ നിർത്തിക്കണ്. എപ്പോഴോ ഈ സുബയ്യാൻ കൊടുക്കാൻ നേരത്ത് നല്ല സമയം കഴിഞ്ഞു പോയല്ലോ. സ്മാർട്ട് സിറ്റി കരാർ ഞങ്ങളാ വൈകിപ്പിച്ചത്. നിങ്ങൾക്കറിയോ, നെറ്റിൻ്റെ സംവിധാനങ്ങൾ അറിയെങ്കിൽ നിങ്ങൾ നെറ്റിൽ പോയിട്ട് സ്മാർട്ട് സിറ്റിയുടെ ആ ക്ലിക്ക് ചെയ്താൽ സ്മാർട്ട് സിറ്റിയുടെ കടലാസുണ്ട് ചാടും. കണ്ടോ? ആ കടലാസിൽ ആദ്യം തന്നെ പറയുന്ന പേര് പാണ്ടിക്കടവത്ത് കുഞ്ഞാലിക്കുട്ടിയുടെ പേരാ. PK കുഞ്ഞാലിക്കുട്ടി എന്ന് പറഞ്ഞിട്ട് വരി തുടങ്ങണത് തന്നെ. അത് ഞങ്ങളെ കുട്ടിയാണ്. അറിയോ സ്മാർട്ട് സിറ്റിയിൽ നിങ്ങൾക്ക് എന്താ പങ്ക്? എന്താ ഫരീദ് അബ്ദുറഹ്മാനെ പറ്റി അച്യുതാനന്ദൻ പറഞ്ഞത്? കള്ളുടിച്ച് കെടുക്കാനാണ് അയാൾ ഇങ്ങോട്ട് വരുന്നത്. നിങ്ങൾക്കറിയോ, ഗൾഫിലുള്ള അറബികളൊക്കെ ഇയാളെ മാതിരത്തെ ബുദ്ധിയാണെന്നുണ്ടെങ്കിൽ കെട്ടും കെട്ടി ഇങ്ങോട്ട് നമ്മളൊക്കെ പോന്നാൽ ഈ പൂരും നേർച്ചയും നബിദിനും സമ്മേളനവും ഈ എത്തീങ്കാനി എല്ലാം നിൽക്കും അല്ലേ? എത്ര മനുഷ്യരാ അവിടെ അവരെ തീറ്റിപ്പോറ്റുന്നത് പ്രവാസികളായിട്ട്. തദ്ദേശീയരായ അവിടുത്തെ സിറ്റിസൺ, അവിടുത്തെ വത്വീനികളെക്കാൾ കൂടുതൽ ഇവിടുന്ന് പോയാരാ. അങ്ങനെ ഒരു നാടുണ്ട്. അപ്പം നമ്മളെ നാട്ടിലെ അണ്ണന്മാർ കൂടി എന്താ സ്ഥിതി? നമ്മൾ ന്യൂനപക്ഷാവും എന്ന പോലെയാ ഗൾഫിലെ സ്ഥിതി. ആ അറബികളോട് അറബികൾക്ക് ഈ നാടിൻ്റെ മണ്ണും കൊടുക്കില്ല വെള്ളവും കൊടുക്കില്ല എന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഈ കരാറുണ്ടാക്കുമ്പോൾ പറഞ്ഞ് പരമാവധി തടസ്സപ്പെടുത്തി. എന്താ അതുകൊണ്ട് മെച്ചമുണ്ടായത്? നീണ്ടുപോയി. അൽഹംദുലില്ലാ ആ കുട്ടി സ്മാർട്ട് സിറ്റിയെ കൈകാര്യം ചെയ്യാനുള്ള ഭാഗ്യം ഇൻഷാ അല്ലാഹ് വിധിയുണ്ടെങ്കിൽ പാണ്ടിക്കടവത്ത് കുഞ്ഞാലിക്കുട്ടിയുടെ കരങ്ങളിലേക്ക് എത്തിപ്പെടാൻ പോവുകയാണ്. അത് കണ്ടില്ലേ? അലിഗഡ് ഓഫ് ക്യാമ്പസ് മലപ്പുറത്ത് വന്ന എന്തായിരുന്നു? ഭൂമി കുലുങ്ങോ? PK ഹംസാക്ക് എന്തെല്ലാം വയല് പറഞ്ഞിരുന്നു? ആലോചിക്കണം. ഭൂമി കുലുങ്ങോ? എന്തായിരുന്നു ഇവരെ ലക്ഷ്യം എന്നറിയോ നിങ്ങൾക്ക്? ആ ഭൂമിയിലെങ്ങാനത് തറക്കല്ലിടാൻ വരുമ്പോൾ അലിഗഡ് ഓഫ് ക്യാമ്പസിന്റെ ആളുകൾ പറയും ഞങ്ങളൊരു മഹാനെ കാണുന്നുണ്ട് അതിന്റെ ഫൗണ്ടേഷൻ നടത്താൻ. അതാരാ? കേരള മുസൽമാന്റെ കിരീടം വെക്കാത്ത സുൽത്താൻ, അറബിക്കഥയിലെ രാജകുമാരനെ പോലെ കേരളത്തിന്റെ രാഷ്ട്രീയ അരങ്ങ് അടക്കി വാണ ആ രാജപ്രതാപി എന്റെ മുത്ത് പാണക്കാട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. ആ തങ്ങളെ കൊണ്ട് തറക്കല്ലിടിച്ചാൽ മാറ്റിട്ടുപാട്ടിക്ക് വല്ലാത്ത വിഷമം ഉണ്ടാവുമായിരുന്നു. അതിനുള്ള ഭൂമി ഉള്ള പറമ്പ് ഉണ്ടായിരിക്കെ, സ്വത്തവകാശം ഉണ്ടായിരിക്കെ അതിൽ വീട് കയറ്റാതെ വേറൊരു പറമ്പ് നമ്മൾ ആരെങ്കിലും വാങ്ങുമോ? നോക്കണേ. കേരള വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള ആ ഭൂമി എളമരങ്കരിയും ഒരു ഒപ്പുണ്ട് ചാർത്തിയാൽ തറക്കല്ലിടേണ്ട സമയത്ത് തറക്കല്ലിടാമായിരുന്നു. പക്ഷെ തറക്കല്ലിട്ടില്ല, പോയി. വേറൊരു ഗതിയും കൂടി നിങ്ങൾ ആലോചിക്കണം. ഒരു സത്യം. അതെന്താ? അന്ന് ഒരു തറക്കല്ലിടാൻ സമ്മതിച്ചില്ല. നീട്ടി കൊണ്ടേയിട്ട് അവിടുത്തെ ചേലാമലയിലെ ഭൂമി വാങ്ങാൻ ശശികുമാർ ഇങ്ങനെ പോയി. റവന്യൂ മന്ത്രി
നേരെ ജീപ്പ് ഇങ്ങനെ കയറ്റും, ജീപ്പ് നേരം കണ്ടെന്നെ ഇറങ്ങും. കോഴിക്കൾ എറിഞ്ഞാട്ടിയാൽ കയറാത്ത മല. അവിടെ പോയിട്ട് ഇവർ ഭൂമി പോയി എടുത്തിട്ട് തകൃതിയായി അതിൻ്റെ സംവിധാനങ്ങൾ നോക്കിയിരുന്നു. അതിൽ വേറെ രസം കണ്ടങ്ങൾ, ഇവർ ഈ ഭൂമിക്ക് വേണ്ടി തെരയുന്ന സമയത്ത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കാലാവധിയാണ്ട് തീർന്നു. നമ്മളൊക്കെ വലിയ ബേജാറിലായിരുന്നു. കാരണം എന്താ? കേന്ദ്രം തന്ന അലിഗഡ് ഓഫ് ക്യാമ്പസ്. എന്താ ഈ അലിഗഡ് ഓഫ് ക്യാമ്പസ്? എൻ്റെ മുതിർന്ന പ്രായം ചെന്ന ആളുകൾക്കൊക്കെ ഒരു പക്ഷേ അത് വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവില്ല. നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള എല്ലാ സംവിധാനവും ഒരു കൊടക്കീഴിൽ, ഒരു സൂപ്പർ മാർക്കറ്റ് പോലെ KG തൊട്ട് PG വരെ ഡോക്ടറേറ്റ് വാങ്ങാൻ, ഡോക്ടറാവാൻ, LLB എടുത്ത് വക്കീലാകാൻ എല്ലാ സംവിധാനവും, എല്ലാ വിദ്യാഭ്യാസത്തിൻ്റെ സർവ്വവിധ സംവിധാനങ്ങളും ഒരൊറ്റ കൊടക്കീഴിൽ ഒരു സ്ഥലത്ത്. പിന്നെ നമ്മളെ കുട്ടികൾ മൈസൂർക്ക് പോണ്ട, ബാംഗ്ലൂർക്ക് പോണ്ട, നമ്മളെ കുട്ടികൾ കർണാടകയിൽ പോയി പഠിക്കണ്ട. ഈ മലപ്പുറത്തേക്ക് പോയാൽ എന്താ മോളെ എൻ്റെ വിശേഷം എന്ന് ചോദിക്കാൻ ഒന്ന് തലട്ടാണ്ട് നോക്കിയാൽ മതി. ഇവിടെ തൊട്ടടുത്തൊരു സ്ഥാപനം വരികയാണെങ്കിൽ അതാണ് ഇവർ പുറങ്കാല് കൊണ്ട് തട്ടിത്തെറിപ്പിച്ച ഒരു സൂപ്പർ മാർക്കറ്റായിരുന്നു. വലിയൊരു സംഭവം. ആ സംഭവം ഇവർ തട്ടിത്തെറിപ്പിക്കാൻ നോക്കി. നമ്മൾ സമരത്തിന് ഇരുന്നപ്പോൾ ഇവർ പറഞ്ഞില്ല, ഇത് പാണക്കാട്ട് തങ്ങളെ പെര നിൽക്കണ മണ്ണിന് വില കൂടാനാ. ഉളുപ്പില്ലാതെ TK ഹംസ നടന്ന് പ്രസംഗിച്ചു. പാണക്കാട്ട് തങ്ങൾക്ക് അങ്ങനെ കാശുണ്ടാക്കണോ? പാണക്കാട്ട് തങ്ങൾക്ക് ഈ സമുദായം കൊടുക്കുന്ന കൊതുമ്പും ഓലയും മതിയോടോ ജീവിക്കാൻ? അറിയോ? അത്രയും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഇവിടുത്തെ അദ്ദേഹത്തിൻ്റെ മൊഹിബീങ്ങളുണ്ട്. TK ഹംസന്റെ കനിവൊന്നും വേണ്ട. നിങ്ങൾ കണ്ടോ ആ കേന്ദ്ര ഗവൺമെന്റ് ഇറങ്ങിപ്പോയപ്പോൾ? സത്യം പറയാം, ഞാനൊക്കെ വലിയ വിഷമത്തില്. പടച്ചോരഞ്ഞ് വരുന്നത് BJP ആണെങ്കിൽ അലിഗഡ് ഓഫ് ക്യാമ്പസിനെതിരെ, അലിഗഡ് ഓഫ് ക്യാമ്പസ് തീവ്രവാദ കേന്ദ്രം എന്ന് പറഞ്ഞിട്ട് പോസ്റ്റർ ഒട്ടിക്കുന്ന RSSന്റെയും BJPന്റെയും പോസ്റ്റർ ഇങ്ങനെ രാജ്യത്ത് നിറഞ്ഞു നിൽക്കുമ്പോഴാ തെരഞ്ഞെടുപ്പ്. നമ്മൾ വല്ലാത്ത മുളുമുനയിലായിരുന്നു. ചായക്കപ്പിനും ചുണ്ടിനും ഇടയിൽ വെച്ച് തട്ടിത്തെറിപ്പിച്ച ഈ അലിഗഡ് ഓഫ് ക്യാമ്പസ് ഇനി അൽഹംദുലില്ലാഹ് നഊദു ബില്ലാഹ് എങ്ങനെ വരും എന്ന് കാതോർത്തിരിക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മുടെ പ്രവർത്തനത്തിൻ്റെയും സമുദായത്തിൻ്റെ പ്രാർത്ഥനയുടെയും ഫലം. ഇനി വേറൊരു കാര്യം, ഇത് മുസ്ലിം സമുദായത്തിന് മാത്രം മെച്ചമുള്ള സ്ഥാപന. ഒരു സ്കൂൾ വന്നാൽ, ഒരു കോളേജ് വന്നാൽ, കാർത്തല മർക്കസിൽ B.Ed വന്നപ്പോൾ മാറ്റിച്ചേരാണ് അവിടെ കൂടുതൽ. നിങ്ങൾക്കറിയാം, ഇവർ അധ്യാപകരുടെ മക്കൾ മുഴുവൻ അവിടെ പഠിക്കുന്നത്. ഇവിടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം വന്നാൽ ഒരു സമുദായം മാത്രമല്ല പോവുക, എല്ലാവർക്കും അവിടെ പഠിക്കാം. അങ്ങനെയുള്ള സ്ഥാപനം വന്നപ്പോൾ ഒരുപാട് നോക്കി. അവസാനം അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ UPA ഗവൺമെൻറ് വീണ്ടും അധികാരത്തിലെന്നു വന്നു. ഭാഗ്യത്തിന് E. അഹമ്മദ് സാഹിബ് അതിൽ മന്ത്രിയായി. മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന നല്ല മനുഷ്യൻ ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുമായി. ഉണ്ടോ? അതാണ് ഭരണാധികാരി, അതാണ് ഭരണാധികാരി. കണ്ടില്ലേ? രാജ്യത്തിനെ നെറുകയിലെത്തിക്കുക. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സ്ഥിതിവിശേഷം എന്താണെന്നറിയോ? അമേരിക്ക പോലും ഭയപ്പെടുന്ന കോലത്തിലേക്ക് ഇന്ത്യ വളർന്നു വരുന്നു എന്നുള്ളതാണ് സത്യം. ഞാൻ വെറുതെ പറയുകയല്ല. ഒബാമ ഈയിടക്കടുത്ത് എന്തോ ഒരു വർത്തമാനം പറഞ്ഞപ്പോൾ ഇന്ത്യ അതിന് തിരിച്ചൊരു മറുപടി പറയേണ്ട താമസം, ഞാൻ ഇന്ത്യയെക്കുറിച്ചല്ല പറഞ്ഞത് എന്ന് ഒബാമ പറഞ്ഞു. എന്താ കാര്യം? നമ്മളൊക്കെ ഉണ്ടല്ലോ, നമ്മളൊക്കെ ഒരു കൂടുതൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ വാപ്പ എന്ന് പറഞ്ഞാൽ ഒരു പോക്കിരി വന്നിട്ട് പറയും, ആരാടാ വാപ്പാനെ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയല്ലോ, ഞാൻ എൻ്റെ വാപ്പാനല്ല പറഞ്ഞത്, പേടിച്ചിട്ട്. അങ്ങനെ പറയല്ലോ, ഞാൻ മറ്റവൻ്റെ എൻ്റെ പിന്നിലുള്ളവൻ്റെ വാപ്പാനെ എന്ന് പറയുന്നത് പോലെ ഒബാമക്ക് വരെ ഇന്ത്യയെ പേടിക്കുന്നൊരു സ്ഥിതിയിലേക്ക് രാജ്യം വരിക. നമ്മുടെ ഇന്ത്യ ഉയരുക. ഇന്ത്യ ഉയരണയിൽ മാറ്റിട്ട് പാർട്ടിക്ക് വല്ല സന്തോഷമുണ്ടോ? അവർക്ക് ചൈന പൊന്തണം. ചൈനയാണ് പോലെ മഹല്. ചൈന ഉയരാതെ പറ്റൂല. അതാണ് എല്ലാ രാജ്യത്ത് ആണവ കരാർ ചൈന തുടങ്ങുമ്പോൾ വിഷയമല്ല, ഇന്ത്യ തുടങ്ങുമ്പോഴാണ് വിഷയം. ആലോചിക്കണം, ഇവരേതാ ചരക്കുകൾ എന്നറിയോ? ഇന്ത്യയും ചൈനയും യുദ്ധം ഉണ്ടാകുമ്പോൾ ഇവർ നിന്നത് ഓല ഭാഗത്താണ്. ഇന്ത്യ ഇന്ത്യയുടേതെന്നും ചൈന ചൈനയുടേതെന്നും പറയുന്ന മണ്ണെന്നാ. ഇന്ത്യക്കൊപ്പം നിന്നിട്ടില്ല. അങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി വളരെ മനോഹരമായ അലിഗഡ് ഓഫ് ക്യാമ്പസ് തട്ടിത്തെറിപ്പിക്കാനുള്ള ശ്രമം നടത്തി. നമ്മൾ വീണ്ടും ഫണ്ട് വെച്ചു. ഇപ്പോഴത്തെ ബജറ്റിൽ വീണ്ടും വെച്ചു. കണ്ടില്ലേ? ഞാൻ ഉള്ള പവറാണ്ട് കാണിച്ചു കൊടുത്തു. എൻ്റെ അഹമ്മദ് സാഹിബ് 19 മാസം റെയിൽവേ കൈകാര്യം ചെയ്തപ്പോൾ 19 ട്രെയിനാണ് കൊടുത്തത്. അറിയോ? എന്നോട് തിരൂർ സ്റ്റേഷനിൽ ഒരു തന്ത ചോദിക്കാൻ, മോനെ ഇത് സുബൈക്ക് ഘടിപ്പിച്ച എഞ്ചിൻമേല മാരിപ്പ് വരെ പോകണമെന്ന്. കാരണം നിൽക്കണില്ല, പുക. എത്ര ട്രെയിനാണെന്നറിയോ? അറിയോ? 2 രൂപക്കാ കുറ്റിപ്പുറത്തുനിന്ന് ഞങ്ങൾ തിരൂരിലേക്ക് വരാറ്. 2 രൂപക്ക്. അറിയാത്തവരൊക്കെ പിന്നിലേക്ക് നോക്കിയിട്ട് അറിയാത്തവൻ്റെ ടിക്കറ്റും കൂടി ചില്ലറലായിട്ട് എടുത്തു കൊടുത്തതിൻ്റെ ഓർമ്മയിലുണ്ട്. വെറുതെ പറയുന്നല്ല. ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കൗണ്ടറിൽ 10 റുപ്യാണ്ട് കൊടുത്ത് ഞാൻ ചില്ലറതാ കൗണ്ടർ എന്ന് പറയും. അപ്പം ഇങ്ങനെ നോക്കിയിട്ട് അതിൽ ഒറ്റ മനുഷ്യനെ അറിയില്ല. നിങ്ങൾ എവിടുക്കാ തിരൂർക്ക്, നിങ്ങൾ ഞാൻ എടുത്തേക്കണം. അങ്ങനെ സലാം ചൊല്ലി കുടുംബായവർ എത്രയെന്നറിയോ?
2 ഇപ്പൊ കണ്ടോ കേന്ദ്രത്തിന്റെ ബജറ്റിൽ വന്നത് എന്താ? പെൺകുട്ടികൾക്ക് യാത്ര സൗജന്യം. പെൺകുട്ടികൾക്ക് യാത്ര സൗജന്യമാക്കാൻ പോകുന്നു വിദ്യാർത്ഥികൾക്ക്. അങ്ങനെയുള്ള സംവിധാനം, അതാണ് ഭരണം. നിങ്ങൾ ഈ ജനങ്ങളത് മുഴുവൻ അങ്ങോട്ട് വലിച്ചു പല നികുതിയായിട്ട്. ഇപ്പം എന്താ പാലോളിക്ക് ഈ കുലുമാലിൻ്റെ ഇടയിൽ നേരം കിട്ടായിട്ട് അല്ലെങ്കിൽ നിങ്ങളെ പെരയുടെ നികുതിയൊക്കെ ഉണ്ടല്ലോ, ആധാരം പണയം വെച്ചിട്ട് അടക്കേണ്ടി വരും. അറിയോ പെരയുടെ നികുതിൻ്റെ സ്ഥിതി എന്താ അറിയോ? ഗ്രാമപഞ്ചായത്തിൽ അങ്ങായിട്ട് ഞങ്ങളൊക്കെ പഠിച്ചതാ. ഈ പുത്തൂർ ഉൾപ്പെടുന്ന റോഡിൻ്റെ ഒരു സൈഡിനെ ഒരു ഭാഗമാക്കി തിരിക്കണം, പാടം ഉൾപ്പെടുന്ന അങ്ങോട്ടൊരു സൈഡാക്കണം, ടൗണിൻ്റെ കുറേ അപ്പുറം അങ്ങോട്ടാക്കണം, എന്നാൽ ടൗണിനെ കോട്ടക്കലിനോടനുബന്ധിച്ച ഭാഗം വേറൊരു ഭാഗമാക്കണം. 4 തട്ടായി തിരിച്ചിട്ട് അതിനനുസരിച്ചുള്ള നികുതിയാണ് കിട്ടുക. എന്നിട്ട് ആ നികുതിയോ മാർബിളും മൊസൈക്കൊക്കെ ചുമരിൻ്റെ സൈഡിലുണ്ടോ അതൊക്കെ തറായിട്ട് കൂട്ടിയിട്ട് അതിനും നികുതി കെട്ടണം എന്നാ. എവിടേക്ക് എത്തുമായിരുന്നു സ്ഥിതി? പാലോളിക്ക് ഈ കുലുമാലിൻ്റെ ഇടയിൽ നേരം കിട്ടാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ നികുതി ശരിക്കൊണ്ട് വരുമായിരുന്നു. ഞങ്ങൾ അതൊക്കെ കണ്ടിട്ട് ബജറ്റ് അവതരിപ്പിച്ചു. പ്രതീക്ഷിത വരുമാനം ഇനി കിട്ടാൻ പോണ വരവ് എന്നും പറഞ്ഞുകൊണ്ട് വെച്ചു. കിട്ടിയില്ല. എന്താ സംഭവം? അതും കൂടി ജനങ്ങൾ ഇടയ്ക്കൊണ്ട് വരികയാണെങ്കിൽ ജനങ്ങൾ ആകെ മൊത്തം തിരിയും. ജനങ്ങളിൽ നിന്ന് അങ്ങോട്ട് പിഴിഞ്ഞെടുത്തു അല്ലേ? അങ്ങോട്ട് പിഴിഞ്ഞെടുത്തു എന്നല്ലാതെ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നിങ്ങൾ എന്താ കൊടുത്തത്? എന്നാ അഹമ്മദ് സാഹിബ് കണ്ടോ, ഏറനാട് എക്സ്പ്രസ്, എൻ്റെ മുത്തു സീതി ഹാജി എപ്പോൾ പ്രസംഗിക്കുമ്പോഴും തൻ്റെ തൊപ്പി ഇങ്ങനെ പിടിച്ചിട്ട് ഏറനാട്ടിലെയും വള്ളുവനാട്ടിലെയും എന്ന് പറഞ്ഞൊരു പൊന്തല. സീതി ഹാജിയുടെ പ്രസംഗം അതിൻ്റെ വിരൽ ചൂണ്ടലൊന്നും എൻ്റെ ഓർമ്മയിലുണ്ട്. മഹാനായ സീതി ഹാജിയുടെ നാക്കിൽ നിന്ന് വീഴുന്ന ആ ഏറനാട് എക്സ്പ്രസ്സിന് വേണ്ടി പ്രത്യേകമായ ഒരു ട്രെയിൻ, ഒരു സംവിധാനം, അതിന് സ്റ്റോപ്പ് തിരൂരിൽ. അതിൻ്റെ ചടങ്ങിന് പോയാൽ ഞങ്ങളൊക്കെ അതിൻ്റെ ചടങ്ങൊന്ന് കാണേണ്ടതായിരുന്നു മാർച്ചിച്ചേരെ. എന്താ സ്ഥിതി? അതിൻ്റെ ചടങ്ങിൽ ഇരിക്കുന്നവർ മുഴുവൻ ലീഗ്. സ്റ്റേജോ റെയിൽവേ സ്റ്റേഷനിൽ ഇതേമാതിരി ഒരു സ്റ്റേജ് കെട്ടിക്കുക. എന്നിട്ട് ആരൊക്കെയെന്നറിയാം ഞങ്ങൾ? തിരൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ സഫിയ ടീച്ചർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ, ജില്ലാ പ്രസിഡന്റ് സുഹറ മമ്പാട്, അതുപോലെ അഡ്വക്കേറ്റ് ഉമ്മർ MLA ലീഗ്, അബ്ദുറബ്ബ് MLA ലീഗ്, കുട്ടി അഹമ്മദ് കുട്ടി ലീഗ്, അബ്ദുറഹിമാൻ രണ്ടത്താണി ലീഗ്, മുഹമ്മദ് ഉണ്ണിയാജി ലീഗ്, പിന്നെന്താ പിന്നെ പറയണം അഡ്വക്കേറ്റ് ഉമ്മർ ലീഗ്. അങ്ങനെ അങ്ങോട്ട് നോക്കുമ്പോൾ എനിക്ക് എണ്ണിയാൽ നേരം വെളുക്കും. മുഴുവൻ ലീഗേര്. പോരാത്തതോ കൈ പിടിച്ചിക്കണ കൊടിയോ പച്ച കളറുള്ള കൊടി. അവൻ്റെ മക്കളൊരു കയറെടുത്ത് തൂങ്ങിയാണ്ട് ചത്താളിയടോ. എന്താ സംഭവം എന്നറിയോ? ആണ്ട് നിന്നിട്ട് എൻ്റെ അഹമ്മദ് സാഹിബ് അതിൻ്റെ നടുവിലാണ്ട് നിന്നിട്ട് ആ കൊടിയാണ്ട് വീശി. പ്ലാറ്റ്ഫോമിലൊക്കെ ഇങ്ങനെ ലീഗേര് നിരന്നാണ്ടിരുന്ന് ഒരു ചെക്കനോട് ചോദിച്ചത്രേ, മറ്റേ സ്റ്റേഷൻ മാസ്റ്റർ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തുക്കണം, യൂത്ത് ലീഗിൻ്റെ മെമ്പർഷിപ്പ് കണ്ട് പോടോടുന്ന് പറഞ്ഞിട്ട് കയറിണ്ട് വന്നിട്ട് നമ്മുടെ ലീഗിൻ്റെ കുട്ടികൾ നിരന്നാണ്ടിരുന്ന്. ഇനി ആ അഹമ്മദിനെ അവിടെ ഇരുത്തിക്കണ്ടല്ലോ. ഞങ്ങൾ റെയിലുമലൊക്കെ പച്ച കൊടിയാണ് നാട്ടുമായിരുന്നു അല്ലേ? നിങ്ങളെന്താ പറഞ്ഞറിയാം? വെറുതെ ബടായി ഇളക്കല്ല. മുസ്ലിം ലീഗിൻ്റെ പതാക ഇനി റെയിൽവേ സ്റ്റേഷനിലെ കാണുമെന്ന് പറഞ്ഞവരാടോ നിങ്ങൾ. അതുകൊണ്ട് നെഞ്ഞു പൊട്ടിയിട്ട് പറയാം, ആ പതാക എൻ്റെ ജയരാജൻ്റെയും എൻ്റെ രാജേഷിൻ്റെയും എൻ്റെ മന്ത്രി വിജയകുമാറിൻ്റെയും സാക്ഷാൽ അച്യുതാനന്ദൻ്റെയും കയ്യിൽ കൊടുത്തിട്ട് വീശൂടിയടാ വീശ് എന്ന് പറഞ്ഞിട്ട് കേരളം ഒന്നാകെ ഓരോ ട്രെയിൻ വരുന്ന ചടങ്ങിൽ അഹമ്മദ് സാഹിബ് ആ കൊടി അങ്ങനെ വീശിപ്പിച്ച് അവസാനം അഹമ്മദ് സാഹിബ് ആ കൊടി ഇങ്ങനെ ഒറ്റ വീശിൻ്റെ അടുത്ത് വെച്ച്. എന്താ അതിൻ്റെ അർത്ഥം? ഇനി ഞാൻ പോവുക വിദേശകാരിയാണ്. വിദേശകാര്യത്തിൽ കണ്ട് ചെന്നിട്ടുള്ളൂ. ലിബിയെന്ന് വിട്ടുകൊണ്ടിരുന്നു, ഇറാഖെന്ന് വിട്ടുകൊണ്ടിരുന്നു. TK ഹംസ മോയന്ത് എന്താ പറയല്? എന്താ അഹമ്മദ് ഈ അങ്ങനെ ഇറാഖ് പോയിട്ട് ലിബിയെ പോയിട്ട് വിട്ടുകൊണ്ടിരുന്നു. പാടത്ത് പോയി 3 ആട്ടുംകുട്ടികളെ വിട്ടുകൊടുത്തിട്ടുണ്ടോ? എന്നിട്ടല്ലേ ലിബിയയിലേക്ക്. ഞങ്ങളെ വലിപ്പത്ര എന്നറിയോ? ഞങ്ങളെ വലിപ്പത്ര എന്നറിയോ? അഹമ്മദിൻ്റെ ലീഗ് അറബ് ലീഗിലാണ്. PDP ഇപ്പോഴും പീഡികത്തെണ്ണയിലാണ്. ഞങ്ങളെ പഠിപ്പിക്കാൻ വന്നവർ അറിയണം. ഈ സുഡാപ്പി അടക്കമുള്ള സംഘടനകൾ റാബിത്തത്തുൽ ആലമിൽ ലോക മുസ്ലിം സമ്മേളനത്തിലാണ് എൻ്റെ അഹമ്മദ് സാഹിബ് പ്രസംഗിക്കുന്നത്. നിങ്ങൾക്ക് ഇന്ന് വരെ മഹലിൻ്റെ ജനറൽ ബോഡിയിൽ പുല്ലുപായുടെ ഒരു മൂലക്കിരിക്കാൻ പറ്റിയിട്ടില്ല. അറിയോ? എൻ്റെ അഹമ്മദ് സാഹിബ് എവിടെയൊക്കെയാണ്? അറഫ മൈതാനിയിൽ അല്ലേ? 5 തവണ 15 കോടി ഇന്ത്യൻ മുസ്ലിങ്ങൾക്കിടയിൽ നിന്ന് 5 തവണ കഅബാലയത്തിൻ്റെ അകത്ത് കയറാൻ ഭാഗ്യം സിദ്ധിച്ച ഏക ഇന്ത്യക്കാരനാ അഹമ്മദ് സാഹിബ്. ഞങ്ങളെ പ്രസിഡന്റാ. ഈടക്കടുത്ത് അഹമ്മദ് സാഹിബ് പോയി 6ാം തവണ. എന്തിനാണെന്നറിയോ സഖാക്കളെ? ഈടക്കടുത്തിൻ്റെ അഹമ്മദ് സാഹിബ് പോയത് കഅബ കഴുകൽ ചടങ്ങിനാ. കഅബ കഴുകൽ ചടങ്ങിന് ഖാദിമുൽ ഹറമൈനി സൗദിയുടെ കിരീടാവകാശി അഹമ്മദ് സാഹിബിനെ കൊണ്ടുപോയി കഅബ കഴുകൽ ചടങ്ങിന്. TK ഹംസനെ ഇതുവരെ അവനാൻ്റെ മഹലിലെ ഹൗല് കകാൻ മഹല് കമ്മിറ്റി പിടിച്ചിട്ടുണ്ടോ? ആ ഹംസ ഞങ്ങളെ ലീഗിനോട് കൊഞ്ചുന്നത്
മാന്യമായ രാഷ്ട്രീയം പയറ്റുന്ന ഞങ്ങളോട് പോക്കിരിത്തരം പറഞ്ഞതിന് നിങ്ങൾക്ക് കനത്ത് തിരിച്ചടി കിട്ടുകയാണ് ഓരോ രംഗത്തും. ഇപ്പം കണ്ടോ, ഞങ്ങൾ ഈ രാജ്യത്ത് വളർന്ന് പന്തലിക്കുകയാണ്. നിങ്ങൾ ഈ ഗൂഢാലോചനയുടെ കെട്ടഴിച്ച് വിട്ട് ഈ വക ചിത്രങ്ങളൊക്കെ കണ്ടാൽ ഞങ്ങളെ അമ്മമാരൊക്കെ തെറ്റിദ്ധരിക്കുന്നു വിചാരിച്ചോ? പഴയ കാലമൊന്നല്ല. ഈ പെൺകുട്ടിയെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ അവതരിപ്പിച്ചപ്പോൾ ഈ പെൺകുട്ടിയെ പറ്റി അന്വേഷിച്ചു. എന്താ സംഭവം? ആ ചിത്രം വെച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് വന്നു. മഹല്ല് പുറത്താക്കിയൊരു പെണ്ണ്, 2 കുട്ടികളുടെ പിതാവ് ആരെന്നറിയാത്തൊരു സഹോദരി, ഇപ്പം താമസിക്കുന്നൊരു അമുസ്ലിമിൻ്റെ കൂടെ. മഹല്ല് പുറത്താക്കിയ പിന്നെ അതിൻ്റെ കഥ കഴിഞ്ഞില്ലേ? അമ്മാതിരി ഒരുത്തിയെ വെച്ചുകൊണ്ടാണ് ഇവർ ഈ ചിത്രങ്ങൾ മുഴുവട്ടത്. പക്ഷെ ഇത് കണ്ടോ വല്യമ്മമാർക്ക് കാര്യങ്ങൾ തിരിഞ്ഞിട്ടുണ്ട്. എൻ്റെ അയൽവക്കത്തൊരു തള്ള ഈ ചിത്രം കണ്ടപ്പോൾ ഈ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പറ്റി വളരെ മോശമായി ഇവരുണ്ട് അവതരിപ്പിച്ചിട്ട് കൊടുന്നിട്ട് നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്ന ആളുടെ മൊഴിയാണ് എന്ന് പറഞ്ഞപ്പോൾ അത് കണ്ട ഞങ്ങൾ അയൽവക്കത്തുള്ളൊരു വല്യമ്മ ടി വി കണ്ട് നോക്കിയിട്ട് പറയാണ്, മോനെ അത് പഴയ കഥയാണ്, കേട്ടാ തോന്നും ഇപ്പം ഇന്നലെ പറഞ്ഞതാണ്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായിരുന്നു? ഒന്നുമല്ല, ഓള് 5-8 കൊല്ലം മുമ്പിട്ട ആ ചുരിദാർ തന്നെയാണ്. ഇത് തിരുമ്പലും കുളിച്ചലൊന്നുമില്ല. മാത്രമല്ല ഓളൊക്കത്തൊരു കുട്ടിയുണ്ട്, 2004 ഈ കുട്ടി ഒക്കത്ത്, 2011 ഒക്കത്ത്. ഇങ്ങനെ ഒരു വളർച്ച ഇല്ലാത്ത കുട്ടി ആലം ദുനിയാവിലുണ്ടാവുമോ? ജനങ്ങൾക്ക് ഇതൊക്കെ തിരിയടോ. അച്യുതാനന്ദനെ ഈ ഐസ്ക്രീമും പറഞ്ഞിട്ട് വന്നേക്ക് എൻ്റെ പെങ്ങളെ മോണ്ട് 7ാം ക്ലാസ് പഠിക്കണേക്കനാ, 12 വയസ്സായിട്ടുള്ളൂ. അച്യുതാനന്ദനുണ്ട് കണ്ടേക്ക് എന്താ പറഞ്ഞാൽ ആ ഐസ്ക്രീം വിൽക്കണ തന്തത വന്നിക്കണെന്നാ പറഞ്ഞത്. പൊന്നാര മാർജിസ്റ്റേരെ, നിങ്ങൾ ഈ വക വേറെ വല്ലവും നോക്കിയടോ. രാഷ്ട്രീയം പറയും, മാന്യമായ രാഷ്ട്രീയം പറയും. നിങ്ങൾക്കൊരു കഥ കേൾക്കണം. ഈ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞ ശേഷം മാർച്ചിട്ട് പാർട്ടിയുടെ ഓഫീസൊക്കെ മരിച്ചിറങ്ങിപ്പോയ പെര പോലെയായിരുന്നു. സഖാക്കളൊന്നും മുണ്ടണില്ല, ആൾക്കാരോട് അങ്ങനെ കല്യാണത്തിന് വരില്ല. ചിലവരൊക്കെ ലോട്ടറി ആയിട്ട് നടന്ന്, ചിലർ ആംപ്ലേറ്റിൻ്റെ കച്ചവടം തുടങ്ങി, ചിലർക്ക് ദുബായിക്ക് പോയി, ചില ആൾക്കാർ പുതിയ കൈക്കോട്ടൊക്കെ വാങ്ങി തൊഴിലുറപ്പിൽ കൂടി. ഒരു പണിയില്ലാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവരോട് ആരോ പറഞ്ഞ് ഈ പാർട്ടിയോട് താല്പര്യമില്ലായ്മ, ഉന്മേഷക്കുറവ്, ഇതിനൊക്കെ ഐസ്ക്രീം പവർ എക്സ്ട്രാ എന്ന് പറഞ്ഞൊരു മരുന്ന് ഇറങ്ങിക്കണ് പറഞ്ഞു. അതിൽ ഈ സാധുക്കളാണ്ട് കൂടി. അതിലാണ്ട് കൂടിയപ്പോൾ യഥാർത്ഥത്തിൽ മാർച്ചിട്ട് പാർട്ടി വിചാരിച്ചത് ഇതിന്മേൽ നിങ്ങൾക്ക് ഉയരാന്നാണോ? കിട്ടിയില്ല. രാജ്യത്തെ ജനങ്ങൾ നിഷ്പക്ഷമതികൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. ഇപ്പം ചിത്രം തിരിച്ചിട്ടു. ഇപ്പം നിങ്ങൾ പ്രതിക്കൂട്ടില്ല. നിങ്ങളെ പാർട്ടിയിലാ പ്രശ്നം. നിങ്ങളെ അമീറിനെ തീരുമാനിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നു. ഞങ്ങൾ സ്ഥാനാർത്ഥികളുമായി വളരെ മനോഹരമായി പാണക്കാട്ട് ഹൈദരലി തങ്ങൾ ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ നിങ്ങളെ പാർട്ടിക്കകത്ത് കൊടുമ്പിരി കൊണ്ട പ്രശ്ന. KT ജലീൽ മലപ്പുറത്ത് തവനൂരിൽ ഒരു ഭാഗത്ത് പ്രചരണം നടത്തുമ്പോൾ സഖാവ് ജ്യോതിബാസ് മറ്റൊരു തലക്കെ കൂടിയ പ്രചരണ. ഹുസൈൻ അണ്ടത്താണിയും കമലും ഇറങ്ങിയ പോലെയാണ്. എന്താ സ്ഥിതി? ഇതാ രാജ്യത്തെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്. മാർച്ചിട്ട് പാർട്ടിയുടെ നിയന്ത്രണത്തിൻ്റെ പൂട്ടും കൊളുത്തും പൊട്ടിയിട്ട് വമ്പിച്ച ശൈഥല്യം ഉടലെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് പൊന്നുമക്കളെ, യമനിൽ നിന്നും പറന്നു വന്നിട്ട് മലയാളക്കരയുടെ മതസൗഹാർദ്ദത്തിൻ്റെ മരക്കൊമ്പിൽ ഇരുന്നിട്ട് പുഞ്ചിരി തൂവുകയും ഒരിറ്റ് വെള്ളം ചോദിച്ചവർക്ക് അലകടലും, ഒരു മന്ദസ്മിതം ആഗ്രഹിച്ചവർക്കൊരു മന്ദമാരുതനും, ഒരു പൂ ചോദിച്ചവർക്കൊരു പൂന്തോപ്പും നൽകിയ ശേഷം ഞാൻ പോകട്ടെ എന്ന് സമ്മതം ചോദിച്ച് പാറി പറന്നു പോകുമ്പോഴും ആ ചിറകടി കൊണ്ട് സമാധാനത്തിൻ്റെ കുളിർക്കാറ്റ് തന്നിട്ട് പരന്റെ വിളിക്കുത്തരം നൽകി പരലോകത്തേക്ക് പറന്നകന്ന ആ വെള്ളരിപ്രാവ് എൻ്റെ മുത്ത് ശിഹാബ് തങ്ങൾ മുത്തം കൊടുത്ത് ഹരിതവർണ്ണത്തിൻ്റെ മാറ്റുകൂട്ടി പട്ടുട ചാർത്തിയ ഈ പച്ച പതാക അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജയ് മുസ്ലിം ലീഗ്.